ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു വാർത്തയാണ്. അദ്ദേഹം നമ്മളോടൊപ്പം ഇല്ല എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കിടുന്നതിനും അദ്ദേഹമായിട്ടുള്ള ഒരു അദ്ദേഹത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതായിട്ടാണ് നമ്മളോട് കൂടിയിട്ടുള്ളത്. ആദ്യമേ തന്നെ നിങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അതോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ വിഷമത്തിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ഉണ്ടായിരിക്കുന്ന ഈ വിഷമത്തിൽ ഒക്കെ വ്യക്തിപരമായും സംഘടനാപരമായിട്ടും ഒക്കെ അവരോടൊപ്പം ദുഃഖം പങ്കുവയ്ക്കുകയാണ്. എല്ലാവരും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗം അക്വ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആണ് നടത്തപ്പെടുന്നത്. നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ നടത്തിപ്പിലേക്കായി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ജോയ് ജോൺസിനെ ക്ഷണിക്കുന്നു. കേൾക്കാം സാറേ, കേൾക്കാം. പ്രിയമുള്ളവർ, നമുക്ക് ഏറെ പ്രിയങ്കരനായ ഒരു വ്യക്തി എന്നതിലുപരി നമുക്കൊക്കെ വ്യക്തിപരമായി ഏറെ പ്രിയങ്കരൻ തന്നെ. പക്ഷെ ഈ പൊതുസമൂഹത്തിന് അതിനേക്കാളൊക്കെ അപ്പുറത്ത് പൊതുസമൂഹം അദ്ദേഹത്തിന്റെ സ്നേഹവും അദ്ദേഹം പൊതുസമൂഹത്തെയും വല്ലാതെ സ്നേഹിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ മനസ്സും അദ്ദേഹത്തിന്റെ ചിന്തകളും ഒക്കെ വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് പറഞ്ഞാൽ കേവലം വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നതല്ല. വ്യക്തിപരമായി വലിയ അടുപ്പം എന്നോട് ഉണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ എങ്ങനെ നടപ്പാക്കാം, വാട്ടർ അതോറിറ്റിക്ക് പൊതുസമൂഹവുമായി ബന്ധപ്പെടുന്നതിന് എന്തൊക്കെ ചെയ്യാം, വാട്ടർ അതോറിറ്റിയുടെ മേന്മ പൊതുസമൂഹത്തെ ഏറ്റവും ലളിതമായ ഭാഷയിൽ എങ്ങനെയൊക്കെ അവതരിപ്പിക്കാം എന്നതിനെ കുറിച്ചുള്ള ചിന്തകളാണ്. ഒരു വലിയ കലാകാരൻ, ഒരു വലിയ മനുഷ്യ സ്നേഹി എന്നൊക്കെ നമുക്ക് പറയുന്നത് വെറുതെ അല്ല. അത് അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന്റെ ചിന്ത സാർവദേശീയമായി തൊഴിലാളി വർഗത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ചിന്തകളാണ്, മനുഷ്യന് വേണ്ടിയുള്ള, മനുഷ്യത്വത്തിന് വേണ്ടിയുള്ള ചിന്തകൾ. അത് ഉയർന്ന തലത്തിൽ ചിന്തിക്കുമ്പോഴും നമ്മുടെ ഏറ്റവും പ്രാദേശിക തലത്തിൽ തിങ്ക് ഗ്ലോബലി ആൻഡ് ആക്ട് ലോക്കലി എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും പരിപാടികളുമാണ് അദ്ദേഹം നടത്താൻ ശ്രമിച്ചത്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞു തുടങ്ങാം. ഒരുപക്ഷെ അദ്ദേഹം ഇന്ത്യയുടെ ഏറ്റവും അവസാനത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം കൂടുതൽ ശക്തമാകണമെന്ന് വലുതായിട്ട് ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ ആഗ്രഹം അങ്ങനെ വെറും ആഗ്രഹങ്ങളായി വയ്ക്കുകയല്ല പതിവ്. അത് ഏതെങ്കിലും രൂപേണ ഏതെങ്കിലും രീതിയിൽ അത് നടത്തിയെടുക്കണമെന്നുള്ള ശ്രമങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യം കഴിഞ്ഞ തവണ LDF വരും, എല്ലാം ശരിയാവും, അതുപോലെ ഉറപ്പാണെങ്കിൽ ഇങ്ങനെ കുറെ മുദ്രാവാക്യങ്ങൾ എന്തുകൊണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നില്ല? ഒരു വലിയ വിഭാഗം ജനങ്ങളെ കൂടെ നിർത്താൻ ആവശ്യമായ ഒരു മുദ്രാവാക്യം എന്തുകൊണ്ട് ഉയർത്തുന്നില്ല? അത് പരിഹരിക്കണം, എങ്ങനെയെങ്കിലും അത് പരിഹരിക്കണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പോൾ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ഇത്ര കണ്ട് സ്നേഹിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ആഗ്രഹം പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ഗൗരവത്തിലെടുത്തല്ലേ പറ്റൂ. അങ്ങനെ ഞാൻ ഈ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളിനെ ഞാനിത് പരിചയപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങളൊക്കെ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയും ചെയ്തു. CPM-നൊക്കെ വേണ്ടി ഉള്ള സോഷ്യൽ മീഡിയ പ്രവർത്തനം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പരിചയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ അവതരിപ്പിക്കുകയും കുറെ അധികം മുദ്രാവാക്യങ്ങൾ സാമ്പിളായിട്ട് എഴുതിയൊക്കെ കൊണ്ടുവന്ന് അത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും.
എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞു, അദ്ദേഹം സമാധാനമായി ഞങ്ങൾ തിരിച്ചു. അതാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ പാർലമെന്റിൽ ഒരു മുദ്രാവാക്യം ഉയർത്തുകയുണ്ടായി. ഇടതില്ലാതെ ഇന്ത്യയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു മുദ്രാവാക്യം ഉണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞതല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു വലിയ സന്തോഷം. അത് കുഴപ്പമില്ല, കുറച്ചുകൂടി ലളിതമാകണമെന്ന് ഒക്കെ പറഞ്ഞു വന്നിരുന്നെങ്കിലും ഒക്കെ ഒരു മുദ്രാവാക്യം വന്നല്ലോ. അപ്പൊ ഇതുപോലെ കാച്ചിക്കുറുക്കിയ ജനങ്ങളുടെ കുറുക്കിക്കൊള്ളുന്ന ജനമനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ആശയങ്ങൾ ജനങ്ങളുടെ ജനകീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ജനപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ചിട്ടപ്പെടുത്തുക എന്നൊരു വലിയ ലക്ഷ്യം, വലിയ ചിന്ത അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടന്നു. അപ്പൊ ഈ വാസ്തവം പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരെങ്കിലും ഒരു CPM പാർട്ടി അങ്ങനെ മെമ്പറൊക്കെ ആയിരുന്നുവെങ്കിൽ പോലും ഇദ്ദേഹം ലോകത്താകെയുള്ള ചൂഷിതരായ അല്ലെങ്കിൽ ചൂഷണത്തിന് വിധേയമാകുന്ന മനുഷ്യർക്ക് വേണ്ടിയായിരുന്നു തന്റെ ചിന്തകൾ വിനിയോഗിച്ചത്. അതൊരു രാഷ്ട്രീയമായിട്ട് നമുക്കതിനെ ചുരുക്കി കാണാൻ കഴിയും, ഒരു കക്ഷി എന്നുള്ളതിന്റെ രീതിയിൽ ചുരുക്കി കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ വർഗപരമായ കാഴ്ചപ്പാട് ഈ വാട്ടർ അതോറിറ്റിയിലെ എല്ലാ സംഘടനകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അവരെല്ലാവരും അണിനിരക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി അണിനിരക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാകണം. അവയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവ പല പ്രശ്നങ്ങളും അവർ ഒരുമിച്ച് ഏറ്റെടുക്കണം എന്നുള്ള പക്ഷത്താണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ ADB വിരുദ്ധ ADBയുടെ നിബന്ധനകൾക്കെതിരായിട്ട് എല്ലാ സംഘടനകളും ഒത്തുചേർന്നുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ അദ്ദേഹം വളരെയധികം സന്തോഷമാണ്. അദ്ദേഹം ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി തന്റെ സ്വന്തം കൈപ്പട കൊണ്ട് പോസ്റ്ററുകൾ, ബോർഡുകളൊക്കെ എഴുതുകയും അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വലിയ പങ്കാളിത്തം സജീവമായി അതിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ ആ പരിപാടിയൊക്കെ അദ്ദേഹത്തിന്റെ സന്തോഷം കാണാം. അദ്ദേഹത്തിന്റെ ചിത്രം പല ഗ്രൂപ്പുകളിൽ അദ്ദേഹം ഇങ്ങനെ ADB വിരുദ്ധ സമരത്തിന്റെ പ്ലക്കാർഡ് ഇങ്ങനെ കൈകളിൽ ഏന്തി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുന്ന പടം ഏറ്റവും ഒടുവിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിക്കുകയുണ്ടായി. അത് നമ്മുടെ സംഘടനയുടെ ഗ്രൂപ്പുകളിലല്ല, പൊതു സാംസ്കാരിക ഗ്രൂപ്പുകളിൽ പോലും അത് പ്രചരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം എന്താണ് എന്ന് ആ ഒറ്റ ചിത്രം തന്നെ കാണിച്ചു. എല്ലാവരും ഒരുമിച്ച് ചേർന്ന് മനുഷ്യന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ചൂഷണങ്ങൾക്കെതിരായിട്ടുള്ള സംഘടിതമായ ചെറുത്തുനിൽപ്പുകൾ വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമമാണ് അദ്ദേഹം നടത്തിയത്. പക്ഷെ അത് പലർക്കും അത് മനസ്സിലായില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെയാണ് അത് അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ ചിന്തകൾ എന്ന് പറയുന്നത് ഈ വലിയ പോരാട്ടങ്ങളെ, സാർവദേശീയ തലത്തിൽ ഇടപെടേണ്ട വലിയ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഏറ്റവും ലോക്കലായി പ്രാദേശികമായി അതിനെ അവതരിപ്പിക്കാം. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം പല പല മാർഗങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു. കലാകാരനായിരുന്നു, ചിത്രകാരനായിരുന്നു, പടം വരച്ച് നല്ല പടങ്ങൾ വരച്ച് ഈ പരിശ്രമം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. അതുപോലെ പാട്ടിനെ ഇഷ്ടപ്പെട്ടു. ദേവരാജൻ മാഷ സംഗീതം, അദ്ദേഹം ചില പാട്ടുകൾ വല്ലാത്തൊരു ഇഷ്ടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ ദുടികുടീരങ്ങൾ എന്നൊരു പാട്ടില് വിരിഞ്ഞു താമര മുകുളങ്ങൾ എന്നൊരു പാട്ട്, ആ വരികൾ, ഈ താമര എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഒരു ഹൈജാക്ക് ചെയ്യപ്പെടേണ്ട ഒരു വസ്തുവല്ല. ഈ വിരിഞ്ഞു താമര മുകുളങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഇതുപോലൊരു പാട്ട്, ഈ വിപ്ലവ ഗാനം എന്ന് തോന്നിക്കുന്ന, എന്നാൽ ഇത് ദുടികുടീരങ്ങൾ എന്നൊരു പാട്ട് യഥാർത്ഥ വിപ്ലവ ഗാനം അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ തോന്നിപ്പിക്കുന്ന ഈ പാട്ടിൽ ഈ താമരമുകുളങ്ങൾ എന്നൊരു വാക്ക് ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംസാരം അദ്ദേഹം നടത്തി. ഈ താമര എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അവരുടെ ഹൈജാക്ക് ചെയ്യപ്പെടേണ്ട ഒരു സംഗതി അല്ല എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മനസ്സിൽ കൊണ്ടു നടന്നു. അങ്ങനെ ശ്രേഷ്ഠമായ ചിന്തകൾ ഒരുപാട് മനസ്സിൽ കൊണ്ടു നടന്നു. പക്ഷെ നമ്മളൊക്കെ ആകെ സംശയിക്കുന്ന ഈ ഇത്തരം ചിന്തകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം വ്യക്തിപരമായ കാര്യങ്ങൾ അദ്ദേഹം നോക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കി. നമുക്ക് ഓരോരുത്തർക്കും അതൊരു അനുഭവമാണ്. നമ്മൾ പലരും സംഘടനാ പ്രവർത്തനത്തിന്റെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ കാര്യം നോക്കാതെ, പ്രത്യേകിച്ച് ഓഫീസർമാർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ, അല്ലെങ്കിൽ പ്രൊഫഷണലുകൾ എന്നുള്ള നിലയ്ക്ക് ഇതെല്ലാം ഒരുപോലെ കൊണ്ടുപോകണം എന്നൊരു പാഠം കൂടി അദ്ദേഹം നൽകുന്നു. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ആമുഖമായി പറഞ്ഞു. നമുക്ക് ഇതിന്റെ ഒരു നടത്തിപ്പിന്റെ രീതി, പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എല്ലാവരെയും കാണാൻ കഴിയുന്നില്ലെങ്കിൽ ചില വ്യക്തിത്വങ്ങൾ
മുമ്പ് ഇതിൽ ഉദ്ഘാടനം ചെയ്യാൻ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഭാഷണം നടത്താമെന്ന് സമ്മതിച്ചിട്ടുള്ളത് പട്ടക്കട എം എൽ എയും അനിൽ രാജിന്റെ സുഹൃത്തുമായിട്ടുള്ള IP സതീഷ് ML, അതുപോലെ അവിടുത്തെ പഞ്ചായത്തിന്റെ ഭരണസാരഥ്യത്തിൽ ഉണ്ടായിരുന്ന ശ്രീ രതീന്ദ്രൻ, അതുപോലെ പ്രമോദ് പയ്യന്നൂർ, ഇവരൊക്കെയാണ് സംസാരിക്കാൻ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. IP സതീഷ് ML കേട്ടിട്ടുണ്ടോ? കയറുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. രതീന്ദ്ര സാർ കേറിയിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ശരി ശരി. അപ്പൊ നമുക്ക് ഇത് തുടങ്ങാം. ഇത് തുടങ്ങുന്നതിന് മുമ്പ് അനിൽ രാജിനെ കുറിച്ച്, നമ്മുടെ അസോസിയേഷൻ ഓഫ് കേരള വാട്ടർ അതോറിറ്റി ഓഫീസേഴ്സ് എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് അതിന്റെ ആരംഭം മുതൽ അനിൽ രാജ് വലിയ ഒരു പങ്ക്, അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ ഈ സംഘടനയ്ക്ക് വലിയ സംഭാവനയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഈ സംഘടനയുടെ രൂപം കൊടുത്ത, അല്ലെങ്കിൽ അതിന്റെ സംഘടന സ്ഥാപക ജനറൽ സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മുടെ വൈദ്യു സാറാണ്. അദ്ദേഹം ഇപ്പോൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറാണ് വാട്ടർ അതോറിറ്റിയിൽ. അദ്ദേഹത്തെ ആ കാര്യങ്ങൾ അനുസ്മരിക്കുന്നതിന് വേണ്ടി അതുപോലെ അനുരാജിനെ കുറിച്ച് ആമുഖമായി സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു കൊള്ളുന്നു. അതിനുശേഷം രവീന്ദ്ര സഹായ സംസാരിക്കും. പഞ്ചായത്തിനെ പറ്റിയുള്ള നല്ലൊരു ആമുഖം ജോയി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അൻരാജിന്റെ കാര്യം പറയുകയാണെങ്കിൽ അൻരാജിനെ വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ വളരെ നന്നായി അദ്ദേഹത്തെ അറിയുന്ന ഒരുപാട് ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അൻരാജിനെ പരിചയപ്പെടുന്നത് ഒരു സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിലാണ്. അപ്പോൾ ആദ്യം വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് CITUവിന്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിലും, പിന്നീട് അക്വയിലേക്ക് വന്നതിന് ശേഷം അക്വ പ്രവർത്തകൻ എന്നുള്ള നിലയിലും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ അക്വയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ AE ആയിരുന്ന കാലത്ത് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് CITUവിന്റെ ജില്ലാ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിയും ആയിരുന്നു. അപ്പോൾ ആ കാലത്ത് ജില്ലാ കമ്മിറ്റിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഞാൻ എന്തായാലും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അദ്ദേഹമായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഓർമ്മിക്കാനുള്ള 1-2 സംഭവങ്ങളുണ്ട്. അത് മാത്രമേ ഞാനൊന്ന് പറഞ്ഞു പോകാമെന്ന് കരുതുകയാണ്. ഞങ്ങളൊക്കെ വാട്ടർ അതോറിറ്റി ജോയിൻ ചെയ്യുന്ന 2002, 2003 ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2004, 2005 ഒക്കെ ആയപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുന്നത് അന്ന് UDF ഗവൺമെന്റ് ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആഗോളതലത്തിൽ തന്നെ ജലം സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ആ സമയത്താണ് ബൊളീവിയയിൽ കൊച്ചബാമ്പ എന്ന് പറയുന്ന നഗരത്തിൽ ജലം സ്വകാര്യവൽക്കരിക്കുകയും അതിനെ തുടർന്ന് വലിയൊരു പ്രക്ഷോഭം നടത്തുകയും അതിനകത്ത് വെടി വയ്ക്കുകയും ആളുകളെ രക്തസാക്ഷിയാവുകയൊക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായി. അങ്ങനെ അതൊക്കെ ഞങ്ങൾ ഇത്തരം അറിയുന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ സിമിലർ ആയിട്ടുള്ള ചില സംഭവങ്ങൾ കേരളത്തിൽ നടന്നു. വളരെ ആശയപരമായ ഒരു പ്രചരണം ഉണ്ടായി. ഈ കുടിവെള്ളം സ്വകാര്യവൽക്കരിക്കേണ്ടതാണ്, അത് ഗവൺമെന്റ് മേഖലയിൽ നിൽക്കേണ്ടതല്ല എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചരണം ആ കാലത്ത് കഴിച്ചുവിട്ടു. അപ്പോൾ അന്നത്തെ ഗവൺമെന്റും അതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഒരു വൈറ്റ് പേപ്പറൊക്കെ ഇറക്കി വാട്ടർ അതോറിറ്റിയുടെ ബൾക്ക് വാട്ടർ ഏജൻസിയായിട്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയ ഒരു കാലഘട്ടമാണ്. അപ്പോൾ അന്ന് വാട്ടർ അതോറിറ്റി എംപ്ലോയീസിന്റെ ജില്ലാ കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഇതിനെതിരായിട്ടുള്ള പ്രചരണം നടത്തണം എന്ന് നമ്മൾ തീരുമാനിക്കുകയുണ്ടായി. ആ കാലത്ത് അന്നത്തെ ഒരു വലിയ IAS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം പിന്നീട് വാട്ടർ അതോറിറ്റിയുടെ ചെയർമാനൊക്കെ മാറുകയുണ്ടായി. അദ്ദേഹം ഒരു സമയത്തിന് പ്രസ്താവന ഇറക്കി. അതാണ് ഞങ്ങളെ ആ ഒരു പ്രക്ഷോഭത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട സംഭവം. അദ്ദേഹത്തിന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു: വെള്ളത്തിന് വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാകാത്ത ഒരു സമൂഹം ഭാവിയിൽ വെള്ളം നക്കി കുടിക്കേണ്ടി വരും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു IAS കാരനാണ്. അതിനെതിരായിട്ട് വളരെ രൂക്ഷമായ ഒരു പ്രതികരണവുമായിട്ട് DYFI രംഗത്തെത്തി. ഇത്തരത്തിലൊരു പ്രചരണം, ഒരു പ്രസ്താവന നടത്തിയ ഒരാളിന്റെ സാംസ്കാരിക നിലവാരം എന്താണെന്നുള്ള രീതിയിൽ DYFI അന്നൊരു പ്രസ്താവന ഇറക്കി. ഇത് രണ്ട് കണ്ടപ്പോൾ അന്നത്തെ വാട്ടർ അതോറിറ്റി എംപ്ലോയീസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഖാവ് ശശാങ്കൻ എന്നെയും സുരേഷ് പോളിനെയും വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇതിനെതിരായിട്ട് നല്ലൊരു പ്രചരണം സംഘടിപ്പിക്കണം, എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ആലോചിച്ചപ്പോഴാണ് ഒരു പോസ്റ്റർ എക്സിബിഷൻ നടത്താമെന്നുള്ള ഒരു ആശയത്തിലേക്ക് ഞങ്ങൾ ചെന്നെത്തി. അപ്പോൾ കുറച്ച് പോസ്റ്ററുകൾ നടത്തണം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ രണ്ടുപേരും കുറച്ച് റിസർച്ചൊക്കെ നടത്തി കുറേ മെറ്റീരിയൽ ശേഖരിച്ചു. പക്ഷേ ഇതിനെ പോസ്റ്ററാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു സർഗാത്മകമായ പ്രക്രിയയുണ്ട്. എങ്ങനെയാണ് കുറച്ച് കാര്യം എഴുതി വയ്ക്കുക എന്നുള്ളതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. കുറച്ച് നല്ല ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് വളരെ മനോഹരമായ കുറച്ച് പോസ്റ്ററുകൾ സൃഷ്ടിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അപ്പോഴാണ് സുരേഷ് പോൾ പറഞ്ഞു ഇങ്ങനെ അനിൽരാജ് എന്നൊരാളുണ്ട്, നമുക്കൊന്ന് കണ്ട് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞു. എനിക്ക് അനിൽരാജിന് ആ രീതിയിൽ അദ്ദേഹം കലാകാരനാണെന്ന് എനിക്കറിയില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ.
അതിനറിയാമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ അൻരാജിനെ പോയി കണ്ടുകയും ഈ ഒരു ഐഡിയ അദ്ദേഹത്തിനോട് അവതരിപ്പിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഞങ്ങൾ ഒരു 2-3 ആഴ്ചക്കാലം എല്ലാ ദിവസവും ഒഴിവ് സമയങ്ങളിലും അതുപോലെ ഓഫീസ് വിട്ട് വൈകുന്നേരങ്ങളിലും ഒക്കെ ഹെഡ് ഓഫീസിൽ അന്ന് വനിതാ സമിതി എന്ന് പറയുന്ന ഒരു മുറി ഉണ്ടായിരുന്നു. ആ മുറിക്കകത്ത് ഞങ്ങൾ 3 പേരും ഇരുന്ന് വളരെ മനോഹരമായ പോസ്റ്ററുകൾ അൻരാജ് തയ്യാറാക്കുകയുണ്ടായി. അപ്പൊ ഞങ്ങളെ മെറ്റീരിയൽ കൊടുക്കുകയും അതിനൊരു ആർട്ടിസ്റ്റിക് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് അൻരാജ് അത് ഒരു പോസ്റ്ററാക്കി മാറ്റുകയാണ് ചെയ്തത്. വളരെ ദീർഘമായ ഒരു പ്രക്രിയ, വളരെ പെയിൻ എടുത്ത് അദ്ദേഹം ചെയ്തൊരു വർക്കാണ്. പടങ്ങൾ വരയ്ക്കുക, അദ്ദേഹത്തിന്റെ ആ മനോഹരമായ കൈപ്പടയിൽ ഓരോ പോസ്റ്ററും എഴുതി ഉണ്ടാക്കുക. അന്ന് കമ്പ്യൂട്ടർ എന്നുള്ള സമയമല്ല, ഓരോ പോസ്റ്ററും അദ്ദേഹം സ്വന്തം കൈവച്ച് എഴുതി ഉണ്ടാക്കും. അപ്പോൾ വളരെ വടിവത്ത അക്ഷരങ്ങൾ ഇങ്ങനെ പേപ്പറിൽ വിരിഞ്ഞു വരുന്നതൊക്കെ ഒരു മാജിക് പോലെയാണ് ഞങ്ങൾ കണ്ടത്. എനിക്കൊന്ന് 50-ലധികം പോസ്റ്ററുകൾ അത്തരത്തിൽ അദ്ദേഹം തയ്യാറാക്കുകയുണ്ടായി. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഒരു പോസ്റ്റർ എക്സിബിഷൻ അവിടെ നടത്തുകയും ചെയ്യാനുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ ആ പോസ്റ്ററുകളൊന്നും ഇന്ന് നമ്മുടെ കയ്യിലില്ല. അതെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. വലിയൊരു നഷ്ടമാണ്. പക്ഷെ അങ്ങനെയാണ് ഞാൻ അൻരാജുമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ പല അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അൻരാജുമായിട്ട് ചേർന്ന് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വാട്ടർ അതോറിറ്റിയുടെ ഓണത്തിന് അവതരിപ്പിക്കുന്ന ഫ്ലോട്ടുകൾ, അതിന് പലതിലും അൻരാജിന്റെ ഒരു സംഭാവന ഉണ്ടായിരുന്നു. പലപ്പോഴും എൻ്റെ അടുത്ത് ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അൻരാജ് നമ്മുടെ അക്വയ്ക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ഒരു സംഭാവനയിലേക്കാണ് ഞാൻ അടുത്തായിട്ട് വരുന്നത്. നമ്മുടെ 2008 ഡിസംബറിൽ വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ ആ സമയത്താണ് അക്വ രൂപീകരിക്കുന്നത്. അങ്ങനെ അക്വ രൂപീകരിക്കാൻ വേണ്ടി ഒരു അഡ്വോക് കമ്മിറ്റി എടുത്തു. എന്നെ കൺവീനറായിട്ട് നിയമിച്ചു. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു പുതിയ സംഘടന എന്നുള്ള നിലയിൽ നമ്മുടെ വ്യക്തിത്വം നമ്മുടെ സമൂഹത്തിന് മുന്നിൽ കാണിക്കുന്നതിന് വേണ്ടി ഒരു ലോഗോ ആവശ്യമായിട്ട് വന്നു. നമുക്കൊരു കൊടി വേണം, കൊടിയിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ലോഗോ വേണം. അപ്പൊ എന്നുള്ളൊരു ചർച്ച ഉണ്ടായപ്പോൾ എനിക്ക് ഒരു സംശയമുണ്ടല്ലോ, ആരെ കൊണ്ട് ചെയ്യിക്കുമെന്നുള്ള കാര്യത്തിൽ അൻരാജിനെയാണ് ആദ്യം പോയി കണ്ടത്. ഈ വിഷയം പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ആവശ്യം ഇതായിരുന്നു. അപ്പൊ അന്ന് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓഫീസർമാരുടെ സംഘടന എന്ന് പറയുന്നത് അപ്പക്കാണ്. അപ്പൊ അവരുടെ ഒരു സിമ്പൽ, അവരുടെ ലോഗോ എന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ ലോഗോയെ അനുസ്മരിപ്പിക്കുന്ന ഒരു 3 ചട്ടികൾ വെച്ചിട്ടുള്ള ഒരു ലോഗോയാണ് അവരുടെ. അപ്പൊ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടൊരു പുതുമ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ലോഗോ വേണം എന്നുള്ളൊരു ആവശ്യമാണ് ഞാൻ അൻരാജിന്റെ മുമ്പിൽ വെച്ചത്. എൻ്റെ ചില ഐഡിയകൾ ഞാൻ പറയുകയും ചെയ്തു. അപ്പൊ അൻരാജ് ഒരു 4-5 ദിവസം സമയം ചോദിച്ചു. അതിനുശേഷം ഒരു 4-5 ലോഗോകൾ വരച്ച് എന്നെ കൊണ്ട് കാണിക്കും. അതൊന്നും ഞാൻ പറഞ്ഞ ആശയമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നില്ല, എല്ലാം അൻരാജിന്റെ തന്നെ ഐഡിയകളായിരുന്നു. 5 ലോഗോകളാണ് അദ്ദേഹം വരച്ചുകൊണ്ട് വന്നത്. എല്ലാം കൈവച്ച് വരച്ചതാണ്. കൈവച്ച് വരച്ച് കളർ ചെയ്ത് മനോഹരമായിട്ടുള്ള ലോഗോകളായിരുന്നു. അത് നമ്മുടെ അന്നത്തെ അഡ്വോക് കമ്മിറ്റി 7 പേരായിരുന്നു. ഞങ്ങളത് ചർച്ച ചെയ്യുകയും അതിൽ നിന്നൊരു ലോഗോ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലോഗോ. അപ്പൊ അത് അദ്ദേഹത്തിന്റെ വലിയൊരു സംഭാവന തന്നെയാണ്. മറ്റൊന്ന് ജോയി പറഞ്ഞത് നമ്മുടെ ADBയുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ADB സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ കുറെ പ്ലക്കാർഡുകൾ അദ്ദേഹം എഴുതുകയുണ്ടായി. അപ്പൊ അതും ഞാനും ജോയിയും അദ്ദേഹവും കൂടെ നമ്മുടെ ഹെഡ് ഓഫീസിൽ തന്നെ ഇരുന്നിട്ടാണ് അത് അദ്ദേഹം എഴുതിയത്. വളരെ ഡിസ്കസ് ചെയ്ത് വൈകുന്നേരം രാത്രി വരെ ഇരുന്നാണ് ആ പോസ്റ്റുകളെല്ലാം തയ്യാറാക്കിയത് തലേ ദിവസം. അപ്പൊ അതിനകത്ത് വളരെ ഒരു പെയിൻ എടുത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ നമ്മുടെ അക്വ ന്യൂസ് നമ്മൾ 4-5 ലക്കങ്ങൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്കൊന്നും അതിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ഡിസൈൻ ചെയ്ത ഒരു ലക്കം എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും അവസാനം ഇറക്കിയാണ്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് തൊട്ട് മുമ്പ് ഇറക്കിയ ഒരു അക്വ ന്യൂസിന്റെ ലക്കമാണ്. അതിന്റെ ആ ഡിസൈനും ലേഔട്ടും ഒക്കെ എൻ്റെ തനിയാണ് ചെയ്തത്. പ്രൂഫ് നോക്കി കൊടുക്കുന്ന മാത്രമേ നമ്മളൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ആർട്ടിക്കിളുകളൊക്കെ കളക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സുരേഷും മറ്റും. പക്ഷെ അതിന്റെ ലേഔട്ടും ഡിസൈനും ആ ഓരോ ആർട്ടിക്കിളിനും അനുയോജ്യമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് വരച്ചത്. അങ്ങനെ വരച്ച് വളരെ മനോഹരമായ രീതിയിൽ അക്വ ന്യൂസ് അദ്ദേഹം പുറത്തിറക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഞാൻ ഇപ്പൊ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ ചീഫ് എഡിറ്ററായിട്ടും അൻരാജിനെ എഡിറ്ററായിട്ടും എടുക്കുകയുണ്ടായി. അപ്പൊ ഞങ്ങൾ ഈ വിഷയം സംസാരിക്കുകയും ഒരു 2-3 മാസത്തിൽ ഒരിക്കൽ ഒരു അക്വ ന്യൂസ് എന്ന രീതിയിൽ കൃത്യമായിട്ട് പുറത്തിറക്കണം എന്നുള്ള ഒരു ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കി. അത് പല പ്രസ്സുകളുമായിട്ടൊക്കെ ബന്ധപ്പെടണം. ഇത് ചെയ്തൊരു പ്രസ്സുണ്ട്, ആ പ്രസ്സിൽ പോയിട്ട് അവരുടെ റേറ്റ് ഒക്കെ ഒന്ന് സംസാരിക്കണം, പേപ്പറിന്റെ ക്വാളിറ്റി ഒക്കെ തീരുമാനിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ 2 പേരും കൂടെ പ്രസ്സിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ഒരു 2 ദിവസം, ഒരു ദിവസം എൻ്റെ അസൗകര്യം വന്നും ഒരു ദിവസം അൻരാജിന്റെ അസൗകര്യം കാരണം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. പക്ഷെ പിന്നീട് വെള്ളിയാഴ്ച ആയിരുന്നപ്പോൾ അദ്ദേഹം കോട്ടയത്തായിരുന്നു. പിന്നീട് അങ്ങോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായത്. അപ്പോൾ അത്തരത്തിൽ ഒരു അനുഭവം കൂടി എനിക്കുണ്ട്. അൻരാജ് എനിക്ക് തോന്നുന്നു ജോയി പറഞ്ഞതുപോലെ തന്റെ കലാപരമായ കഴിവുകളെല്ലാം തന്നെ ഈ പൊതുപ്രസ്ഥാനത്തിന് വേണ്ടി, ഈ ദൂഷിതരായ മനുഷ്യരുടെ മോചനത്തിന് വേണ്ടിയുള്ള ചെറുതും വലുതുമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് അൻരാജ്. ഒരു അടിമുതൽ മുടി വരെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്.
എപ്പോഴും അദ്ദേഹത്തിന്റെ ഒരുപാട് ആശയങ്ങളുണ്ടായിരുന്നു. എപ്പോഴും പുതിയ പുതിയ ആശയങ്ങൾക്ക് വേണ്ടി തേടുകയും ആ ആശയങ്ങൾ എങ്ങനെ ഫലപ്രദമായി നടപ്പാക്കാമെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ പലപ്പോഴും അദ്ദേഹം അതിന്റെ ഒരു സാമ്പത്തിക വശം അദ്ദേഹം കണക്കിലെടുത്തിരുന്നില്ല. സാമ്പത്തികമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു കലാവസ്തു അത് കഴിയുന്നത്ര പൂർണ്ണതയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു അതിന് എപ്പോഴും ഉള്ള ഒരു ഐഡിയ. അത് പലപ്പോഴും നമ്മളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ആ ഒരു സാമ്പത്തികം ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഉദ്ദേശിച്ച ആ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് നമ്മുടെ സംഘടന ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു വരാം, നമ്മുടെ അക്വയുടെ ലോഗോ എന്നും അദ്ദേഹത്തിന്റെ ഒരു സ്മാരകമായിട്ട് തന്നെ നിലനിൽക്കും. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരുപാട് കാലം അദ്ദേഹം പ്രവർത്തിച്ച മറ്റൊരു സംഘടനയാണ് ജാക്സ്. അപ്പൊ ജാക്സിന്റെ ഏകദേശം 10 വർഷത്തിലധികം അദ്ദേഹം അതിന്റെ സാരഥിയായിട്ടിരുന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് ജാക്സിന്റെ ഒരു ലൈബ്രറി നമ്മുടെ ഹെഡ് ഓഫീസ് ആരംഭിക്കുകയുണ്ടായി. അപ്പൊ അന്ന് അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അവിടെ ഉള്ള പല ആളുകളും അന്ന് അതിനുവേണ്ടി പുസ്തകം സംഭാവന ചെയ്യുകയും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പുസ്തകം സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സഖാവ് രവീന്ദ്രൻ സഖാവ് തന്നെയാണ് അന്ന് വന്ന ലൈബ്രറി ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉദ്ഘാടനം ചെയ്തു. കുറെ കാലം ആ ലൈബ്രറി നല്ല രീതിയിൽ തന്നെ നടന്നു പോവുകയും ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ സഖാവ് കൃഷ്ണമൂർത്തിയും പിന്നീട് ബിജുവും ഒക്കെ പിരിഞ്ഞു പോയതിനു ശേഷം, സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ലൈബ്രറി നടത്തിക്കൊണ്ടുപോയി ആളില്ലാതാവുകയും അത് പിന്നീട് ആരും അങ്ങോട്ട് പോകാത്ത ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്ന സമയത്ത് അതിനകത്ത് ഗായന മത്സരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് അനന്റാജ് ഹെഡ് ഓഫീസിൽ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ലൈബ്രറി നമുക്കൊന്ന് റിവൈവ് ചെയ്തെടുക്കണമെന്ന രീതിയിലും ചർച്ച ചെയ്യുകയും അവിടുത്തെ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ദിവസം അനന്റാജ് എന്നെ വിളിച്ചുകൊണ്ട് നമുക്കെങ്കിലും അവിടെ പോയിരുന്ന് വായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് അവിടെ പോയി ഞങ്ങളുടെ ഒരു 2 പുസ്തകങ്ങളൊക്കെ അവിടെ ഇരുന്ന് കുറേ ഒന്ന് വായിച്ചു. പക്ഷെ ആ പുസ്തകങ്ങളെല്ലാം പഴയതായി, ആരും എടുക്കാത്തതുകൊണ്ട് തന്നെ പുസ്തകങ്ങളുടെ ക്വാളിറ്റി ഒക്കെ വളരെ മോശമായി. അതുകൊണ്ട് മാത്രം നമുക്ക് ലൈബ്രറി നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ല. അന്ന് തന്നെ അനന്റാജ് ജാക്സുകാരുമായിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജാക്സിന്റെ ആൾ ഇതിനകത്തുണ്ടോന്ന് അറിയില്ല. ജാക്സ് തന്നെ ലൈബ്രറി ഒന്ന് റിവൈവ് ചെയ്തുകൊണ്ട് അതിനെ അനന്റാജിന്റെ സ്മാരകമാക്കി കൂടി മാറ്റണം എന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ അക്വ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് അനന്റാജിന്റെ എന്ന് നിലനിൽക്കുന്ന ഒരു സ്മാരകമായിട്ടൊരു ലൈബ്രറി നമുക്ക് ഹെഡ് ഓഫീസിൽ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് കൂടി നമ്മൾ ആലോചിക്കണം. പിന്നെ അനന്റാജിന്റെ അക്വയിൽ വന്നതിന് ശേഷം അദ്ദേഹം നമ്മുടെ അക്വയ്ക്ക് അകത്ത് തന്നെ പല സംഭാവനകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മുടെ ഈസ്റ്റ് ഏരിയ കമ്മിറ്റി രൂപീകരിച്ചപ്പോൾ അതിന്റെ സെക്രട്ടറിയായി, പിന്നീട് അക്വയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി, സംസ്ഥാന കമ്മിറ്റി അംഗമായി. ആ രീതിയിലും അക്വയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സാധാരണ പ്രവർത്തനത്തിലുപരി തന്റെ കലാപരമായ പ്രതിഭ കൊണ്ടാണ് അദ്ദേഹം നമുക്ക് കൂടുതൽ സംഭാവനകൾ നൽകിയിട്ടുള്ളത് എന്നുകൂടി അനുസ്മരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ, വളരെ അർത്ഥവത്തായ വാക്കുകൾ സാർ സംസാരിച്ചു. സംഘടനയുമായിട്ടുള്ള അനന്റാജിന്റെ ബന്ധത്തെക്കുറിച്ചും നമുക്ക് ഇവിടെ ഇപ്പോ ഇതിൽ കാണാൻ പറ്റുന്നത് പ്രമോദ് പയ്യന്നൂർ സാർ കയറിയിട്ടുണ്ട്, രവീന്ദ്ര സാർ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അനന്റാജിനെ ഏറ്റവും അടുത്തറിയുന്ന നെയ്യാറ്റിൻകരയുടെ സാംസ്കാരിക വേദികളിലൊക്കെ നിറസാന്നിധ്യമായിരുന്നു അനന്റാജ്. അദ്ദേഹത്തെ അടുത്തറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് രവീന്ദ്ര സഖാവ്. അദ്ദേഹം ഗ്രന്ഥശാല സംഘത്തിന്റെ നേതൃത്വത്തിൽ കുറെ അധികം കാലം ഉണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ ഭരണസാരഥ്യത്തിലും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. നിലവിൽ CPIM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ്. അദ്ദേഹത്തെ അനന്റാജിനെ അനുസ്മരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. രവീന്ദ്രൻ സഖാവ് കേൾക്കാമോ? രവീന്ദ്ര സഖാവിന് യാത്രയിലാണെന്ന് പറഞ്ഞിരുന്നു, അദ്ദേഹത്തെ കിട്ടുമായിരിക്കും. അപ്പൊ നമുക്ക് പ്രമോദ് പയ്യന്നൂർ സഖാവുണ്ട്. പ്രമോദ് പയ്യന്നൂർ സഖാവും അനിൽരാജും ഒരുപാട് പദ്ധതികൾ ഒരുമിച്ച് ആസൂത്രണം ചെയ്തവരാണ്. ഒരുപാട് സ്വപ്നങ്ങൾ അദ്ദേഹവുമായി ചേർന്ന് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. അതൊക്കെ സ്വപ്നങ്ങളായി തന്നെ വിശേഷിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ സാമ്പത്തികമായി ഒക്കെ വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് നടക്കാതെ പോയതിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതെല്ലാം നന്നായി സംസാരിക്കാൻ കഴിയുന്നത് പ്രമോദ് പയ്യന്നൂർ സാറാണ്. ശ്രീ പ്രമോദ് പയ്യന്നൂരിനെ അനന്റാജിനെ അനുസ്മരിച്ച് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, വളരെ വേദന ഉണ്ടാക്കിയ ഒരു വിയോഗമായിരുന്നു അനുരാജേട്ടൻ്റെത്. ഞാനിപ്പോ ഇവിടെ നാളെ കൊല്ലം ജില്ലയുടെ നമ്മുടെ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടന ദിനത്തിൽ അരങ്ങേറേണ്ടുന്ന നവോത്ഥാനം നവകേരളം എന്ന് പറയുന്ന മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ ഒരുക്കുന്നതിന്റെ റിഹേഴ്സലിന്റെ ഇടയിലാണ്. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനിലേട്ടനെ ഓർക്കുകയായിരുന്നു. കാരണം നമ്മളിപ്പോ നവോത്ഥാന കാലം മുതൽ ഓരോ കാലഘട്ടം, നവോത്ഥാന കാലം, അതുപോലെ തന്നെ ദേശീയ പ്രക്ഷോഭ കാലഘട്ടം, പിന്നെ കേരളത്തിന്റെ പുരോഗമനങ്ങൾ, പുതിയ കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുരാജേട്ടൻ നമ്മുടെ മനസ്സിൽ വന്ന് നിറയുന്നത് സ്വാഭാവികമാണ്. കാരണം അനുരാജേട്ടൻ എപ്പോഴും കാലത്തോടും പഴമയോടും പുതിയതിനോടും ഒക്കെ സമരസപ്പെട്ടുപോയ ഒരു മനുഷ്യനായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഞാൻ അനുരാജേട്ടനെ പരിചയപ്പെടുന്നത് കൈരളി TV-യിൽ പ്രവർത്തിക്കുന്ന സമയത്ത്, അവിടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ദേവരാജൻ മാസ്റ്ററുടെ സർഗാത്മക ജീവിതത്തെ കുറിച്ച് 32 എപ്പിസോഡ് ദേവരാഗങ്ങൾ എന്നുള്ള പേരിൽ ചെയ്തിരുന്നു. അപ്പൊ ഒരു ദിവസം അനുരാജേട്ടൻ കൈരളി TV-യിൽ വരികയും വളരെ ഹൃദ്യമായ രീതിയിൽ പരിചയപ്പെടുകയും അദ്ദേഹം പുറത്തിറക്കിയ പ്രണയത്തിന്റെ ദേവരാഗങ്ങൾ എന്ന് പറയുന്ന CD തരികയും ചെയ്തു. പിന്നീട് പ്രണയത്തിന്റെ ദേവരാഗങ്ങളിലെ ആരാരോ പൊരുവതാരോ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഗാനം ദേവരാഗങ്ങളിൽ ഉൾപ്പെടുത്തുവാൻ സാധിച്ചു. അവിടുന്ന് തുടങ്ങിയ ഒരു ബന്ധം, അനുരാജേട്ടൻ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സ്പാർക്കുള്ള മനുഷ്യൻ. ഈ കല കൊണ്ട്, അതുപോലെ തന്നെ സാംസ്കാരിക ജീവിതം കൊണ്ട് സമൂഹത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ജീവിതമായിരുന്നു അനുരാജേട്ടൻ്റെത്. അനുരാജേട്ടൻ പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് വയലാറിന്റെ, നമ്മളിപ്പോ ഇതിൽ വയലാറിന്റെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഗാനം മനോഹരമായിട്ട് സ്ക്രീനും സ്റ്റേജും ഒക്കെ ഉപയോഗിച്ച് 80ഓളം ആൾക്കാരെ വെച്ച് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. അനുരാജേട്ടൻ ഒരു പറഞ്ഞ ഒരു സർഗോർജത്തിൽ നിന്നാണ് അത്തരം ഒരു തോട്ടിലേക്ക് ഞാനും ചിലപ്പോ ഇങ്ങനെ ഈ 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഷോ ചെയ്യുമ്പോൾ അതിനിടയിൽ ഇത്തരം ഒരു അവതരണത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവും. അനുരാജേട്ടൻ ഒരിക്കൽ പറഞ്ഞു, നമുക്ക് വയലാറിന്റെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ഗാനം 500ഓ 600ഓ പേരെ വെച്ചിട്ട് ഒന്ന് വേദിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ കൂടി നടത്തി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ പല കാര്യങ്ങളും വരാറുണ്ട്. അപ്പൊ അത് പല ഭാഷകളിലേക്ക് നമുക്ക് ചെയ്താലോ എന്ന് ആലോചിച്ചു. അനുരാജേട്ടൻ അതിന് വല്ലാത്തൊരു ഊർജം പകർന്നു. നമ്മളത് ആലോചിച്ചു. അങ്ങനെ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പല കാര്യങ്ങളും ആലോചിക്കുവാൻ അനുരാജേട്ടൻ എപ്പോഴും, അത് എല്ലാം സമൂഹത്തിന് വേണ്ടിയിട്ട്, നന്മയ്ക്ക് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുവാൻ, അത് സാംസ്കാരിക ധാരയിലൂടെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച വ്യക്തിത്വമായിരുന്നു അനുരാജേട്ടൻ. അനുരാജേട്ടന്റെ കുറിച്ച് എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം, ഇപ്പോഴും ബാക്കിയാകുന്ന ഒരു സങ്കടം, നമ്മുടെ വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ പഞ്ചവൻകാട് എന്ന് പറയുന്ന നോവലിനെ അധികരിച്ച് അതിലെ സ്ത്രീ കഥാപാത്രങ്ങളെ മനോഹരമായി ആവിഷ്കരിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ അനുരാജേട്ടന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. പല വർഷങ്ങളായി നമ്മളത് ആലോചിച്ചു. പക്ഷെ അതിന്റെ ഹിസ്റ്റോറിക്കൽ വാല്യൂവില്, പുതിയ സെൻസിബിലിറ്റിയിൽ അത് ചെയ്തെടുക്കണമെങ്കിൽ വലിയ ഒരു പ്രൊഡ്യൂസർ ആവശ്യമായിരുന്നു. അങ്ങനെ നമ്മൾ കാത്തിരിക്കുകയായിരുന്നു വലിയൊരു പ്രൊഡ്യൂസർ. അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് അതിന്റെ ഊഴത്തിന് വേണ്ടി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇരിക്കാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ആലോചനയായിരുന്നു. ഒരു മാസമായി അനുരാജേട്ടനുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അതിനു മുൻപേ അദ്ദേഹം നമുക്ക് ഇന്ന് തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇരിക്കാം എന്ന് പറഞ്ഞതായിരുന്നു. പലപ്പോഴും കാണുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നതാണ്, ഇപ്പോ ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ സാംസ്കാരിക പ്രവർത്തനവും അഡ്മിനിസ്ട്രേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അതിന്റെ പിന്നാലെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് സമയം കൂടുതൽ വിനിയോഗിക്കുന്ന സമയത്ത് മനസ്സിലെ സർഗാത്മക പ്രവർത്തനങ്ങൾ, അത് നാടകമായാലും സിനിമയായാലും ഒക്കെ, അതെല്ലാം മാറ്റിവെക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ മാറ്റിവെക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്കെങ്കിലും സമയം കണ്ടെത്തണം. അങ്ങനെ അതിനു വേണ്ടിയിട്ട് കരുതി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് സർഗാത്മകതയുടെ പുതിയ കാര്യങ്ങൾ, ചലച്ചിത്രമായാലും നാടകമായാലും മറ്റ് രംഗഭാഷയായാലും നിർമ്മിച്ചെടുക്കണമെന്ന് അനുരാജേട്ടൻ പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വലിയ സ്വപ്നമായി വളർന്ന
ഒരു ചലച്ചിത്രമായിരുന്നു അത്. പക്ഷേ ആ ചലച്ചിത്രത്തിന് നമ്മൾ ഒരു 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 കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്ക് ആ സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ കാലം അനുരാജേട്ടനെ നമുക്ക് അതിനായിട്ട് നൽകിയില്ല എന്നുള്ളത് വലിയ സങ്കടമാണ്. അനുരാജേട്ടന്റെ വിയോഗം വ്യക്തിപരമായിട്ടൊരു ജ്യേഷ്ഠ സഹോദരനെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത് രീതിയിൽ മാത്രമല്ല, അനുരാജേട്ടൻ സാംസ്കാരിക രംഗത്ത് വളർന്നു വരുന്നവർക്കൊപ്പം, യുവതയ്ക്കൊപ്പം, എവിടെയാണോ ആരെങ്കിലും ഒറ്റപ്പെടുന്നത് അവർക്കൊപ്പമൊക്കെ നിൽക്കുന്ന വളരെ ഹൃദ്യമായ മനസ്സുള്ള ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അനുരാജേട്ടന്റെ മരണത്തിന്റെ ദിവസം ആ വീട്ടിലെത്തിയപ്പോ അവിടെ റോഡിലും വീട്ടിലും ഒക്കെ തിങ്ങി നിറഞ്ഞ സൗഹൃദങ്ങൾ, ബന്ധുക്കൾ, പാർട്ടി പ്രവർത്തകർ ഒക്കെ. അനുരാജേട്ടന്റെ മൃതശരീരം അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രത്യയശാസ്ത്രത്തിന്റെ പതാക പുതച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് വല്ലാത്ത ഒരു വിഷമം മനസ്സിലെവിടെയോ. കാരണം അനുരാജേട്ടനെ പോലുള്ള വ്യക്തിത്വങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മനുഷ്യർക്കിടയിലെ സമഭാവനയെയും മാനവികതയെയും ഉയർത്തിപ്പിടിക്കുന്ന നിസ്വാർത്ഥരായ മനുഷ്യരുടെ എണ്ണമാണ് ഇല്ലാണ്ടാകുന്നത്. അപ്പം ഇത്തരം എണ്ണം ഇല്ലാതാകുമ്പോൾ അത് സമൂഹത്തെ ബാധിക്കുന്നുണ്ട്. അനുരാജേട്ടന്റെ നല്ല ഓർമ്മകൾ, കാരണം ഇത്ര സൗമ്യമായിട്ട് സമഭാവനയോടെ എല്ലാവരുമായി എങ്ങനെയാണ് അനുരാജേട്ടൻ ഇത്ര ശാന്തനായിട്ട് ക്ഷമാശീലത്തോടു കൂടിയിട്ട് ഇടപെടാൻ കഴിയുക എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല, നല്ല നേതാവിന്റെ ക്വാളിറ്റി പലതും അനുരാജേട്ടനുണ്ടായിരുന്നു. ഒരു പക്ഷേ ഒരു ഉദ്യോഗസ്ഥൻ, വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥനല്ലാതിരുന്നെങ്കിൽ അനുരാജേട്ടൻ ചിലപ്പം ഒരു വലിയ വേറൊരു രീതിയിലുള്ള ഒരു നേതാവായിട്ട് മാറുമായിരുന്നു. കാരണം അത്തരം പ്രത്യയശാസ്ത്ര ബോധവും ജനങ്ങളുമായി ഇടപെടാനുള്ള കഴിവും സാംസ്കാരികമായിട്ടുള്ള ബോധവും ആർട്ടിസ്റ്റിക് ആയിട്ട് നേരത്തെ ഇവിടെ അനുസ്മരിച്ച വളരെ ആദരണീയരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പറയുകയുണ്ടായി. പോസ്റ്റർ എഴുതുന്ന കാര്യത്തിലും കലാരചനയുടെ കാര്യങ്ങളിലായാലും എഴുത്ത് ഭാഷയുടെ കാര്യങ്ങളിലായാലും ഓരോ കാര്യത്തിലും അനുരാജേട്ടൻ്റെതായിട്ടുള്ള വഴികൾ ഉണ്ടായിരുന്നു. പഴമയെ എപ്പോഴും കരുതി വെക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. പഴയ കാലത്തിന്റെ നന്മകളെ സ്വാംശീകരിച്ചെടുത്ത് പുതിയ കാലത്തിന്റെ കുതിപ്പിലേക്ക് കരുത്തോടെ മുന്നേറുവാനുള്ള വല്ലാത്ത ഊർജം അനുലേട്ടനുണ്ടായിരുന്നു. നമുക്കെല്ലാം നഷ്ടപ്പെട്ടത് അതാണ്. നമുക്കിടയിൽ നമ്മുടെ മുന്നിൽ നിന്ന ഒരു വലിയ ജ്യേഷ്ഠ സഹോദരൻ, ഒരു വലിയ സ്നേഹത്തിന്റെ വെളിച്ചമാണ് നഷ്ടപ്പെട്ടത്. അനുരാജേട്ടന്റെ ഈ വിയോഗം വല്ലാതെ മനസ്സിനെ തളർത്തുന്നുണ്ട്. പക്ഷെ അനുരാജേട്ടന്റെ ഓർമ്മയിൽ ചില കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ചില ഒരു വീര്യം മനസ്സിലേക്ക് പകർന്നു തന്നിട്ടാണ് അനുരാജേട്ടൻ നമ്മളിൽ നിന്ന് കടന്നുപോയത്. ഈ വേർപാടിന്റെ ദുഃഖം എന്നേക്കാൾ അടുപ്പമുള്ള ഒരുപാട് സൗഹൃദങ്ങൾ, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ, ബന്ധുജനങ്ങളൊക്കെ ഈ കൂട്ടായ്മയിലുണ്ട്. അവരുടെ എല്ലാം ദുഃഖത്തിൽ നിങ്ങളിൽ ഒരാളായി എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരന്റെ അനുരാജേട്ടന്റെ വിയോഗത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ, ചിരസ്മരണകൾക്ക് മുന്നിൽ സ്നേഹാദരം പ്രണമിക്കുന്നു. സാർ, നമുക്ക് രതീന്ദ്ര സഖാവ് യാത്രയിലാണെന്ന് പറഞ്ഞിരുന്നു. അതിന്റെ ബുദ്ധിമുട്ടാണോ എന്ന് അറിയില്ല. കേൾക്കാമോ? ഇപ്പോൾ കേൾക്കാമെങ്കിൽ രതീന്ദ്ര സഖാവ് കേൾക്കാമോ? ഓക്കെ, ശരി. നമുക്ക് പിന്നീട് അദ്ദേഹത്തെ അനുസ്മരിക്കാനായിട്ട് അദ്ദേഹവുമായിട്ട് ഹൃദയബന്ധമുള്ള ഒട്ടേറെ നേതാക്കൾ നമ്മുടെ ഒപ്പമുണ്ട്. നമ്മുടെ മുൻ വാട്ടർ അതോറിറ്റിയിലെ അക്വയുടെ തന്നെ മുൻ പ്രസിഡന്റായിട്ടുള്ള ശ്രീ മോഹൻകുമാർ കയറിയിട്ടുണ്ട്. മോഹൻകുമാറും അനിൽരാജും ഞാനും ഒരുപാട് സമയം ചെലവഴിച്ചവരാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് യാത്രകൾ ഒക്കെ ഒരുമിച്ച് നടത്തിയിട്ടുള്ളവരാണ്. മോഹൻകുമാർ സാറിന്റെ വീട്ടിൽ നമ്മൾ പോയപ്പോൾ ഒരുമിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അടുപ്പമുള്ളവരാണ്. അദ്ദേഹം അനുരാജിനെ അനുസ്മരിക്കും. മോഹൻകുമാർ സാർ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഞാനൊരു ചെറിയ യാത്രയിലായിപ്പോയി, അതുകൊണ്ട് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ. പ്രിയമുള്ളവരെ, അനിൽരാജും ഞാനും എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഞാനും അനിൽരാജും എങ്ങനെയായിരുന്നു, അത്
ഞങ്ങൾക്ക് രണ്ടിനും അറിയാവുന്ന ഒരു കാര്യം. അപ്പോൾ അതൊരു ഒരു പ്രത്യേകതരം ബന്ധം അതിനകത്ത് ഉണ്ടായിരുന്നു. അൽരാജ് അവിടെ സർവീസിൽ വരുന്ന കാലം തൊട്ട് ഏകദേശം ഞങ്ങൾ തമ്മിൽ അടുത്ത് ഇടപഴകുന്ന ഒരു പ്രത്യേക സ്വഭാവത്തിനുടമയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഗ്യാപ്പൊന്നും ഇല്ലാതെ എൻ്റെ അടുത്ത് ഇടപെടാനും എനിക്ക് തിരിച്ചങ്ങനെ ഇടപെടാനും ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാനും എല്ലാം കഴിഞ്ഞിട്ടുള്ളത്. ഒന്ന്, അൽരാജിനെ നമ്മളാരും വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ള ഒരു ചിന്തയാണ് എപ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരുന്നു. ഒരു വാട്ടർ അതോറിറ്റി ജീവനക്കാരൻ, അതല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഒരു പ്രവർത്തകൻ എന്നതിനപ്പുറം അൽരാജിൻ്റെ കഴിവിനെയോ സാധ്യതകളെയോ കണ്ടെത്താനോ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനോ നമുക്കാർക്കും കഴിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു പോരായ്മ ഇപ്പോഴാണത് നിഴലിക്കുന്നത്. അൽരാജിൻ്റെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ ദേവരാഗം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവരാജൻ മാഷിൻ്റെ ചലച്ചിത്ര ഗാനങ്ങൾ, അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ സാറിന് LP റെക്കോർഡുകൾ ഓർമ്മയുണ്ടോ, HMV റെക്കോർഡുകൾ? അത് ഞാൻ പറഞ്ഞു, പിന്നെ നമ്മളത് ഉപയോഗിച്ചിട്ടുള്ള ആളാണല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ അത് വീണ്ടും പുനർജനിക്കാൻ പോകുന്നു എന്നുള്ള നിലയിൽ. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോൾ അത് ചൈനയിൽ അത് മാനുഫാക്ചർ ചെയ്തിട്ട് ഇവിടെ എത്തിച്ചേരുന്ന ഒരു സംവിധാനം. അപ്പോൾ ദേവരാജൻ മാഷിൻ്റെ ചലച്ചിത്ര ഗാനങ്ങൾ അതുപോലെ LP റെക്കോർഡിലാക്കി കൊണ്ടുവന്ന് എന്നെ കാണിച്ചു തന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, സാർ ഇതിൻ്റെ ഒരു റെക്കോർഡ് പ്ലെയർ സംഘടിപ്പിക്കണം. അപ്പം ഞാൻ ചോദിച്ചതിന് എന്ത് വില വരും? അതൊരു 2 ലക്ഷം രൂപ മുതൽ താഴോട്ടുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ താഴോട്ട് ചോദിച്ചപ്പോഴും എൻ്റെ അടുത്ത് അവസാനം പറഞ്ഞ ഒരു 50,000 രൂപയുണ്ടെങ്കിൽ നമുക്കൊരെണ്ണം സംഘടിപ്പിക്കാം. അപ്പോൾ ഈ കഴിഞ്ഞ മാസം, അതായത് ഏപ്രിൽ മാസം, വൃത്തി കോൺക്ലേവ് എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ നടന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഞാനൊരു 4-5 ദിവസം ആ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വന്നതിൻ്റെ 2ാമത്തെ ദിവസം അൽരാജിനെ വിളിച്ചു. അൽരാജ് അവിടെ വന്നു, ഞങ്ങൾ തമ്മിൽ കണ്ടു. അപ്പോഴും എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ റെക്കോർഡ് പ്ലെയർ വാങ്ങുന്ന കാര്യം എന്തോ ആയി? ഞാൻ പറഞ്ഞു, വാങ്ങാം അൽരാജ്, നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കണ്ണൂരിൽ അക്വായുടെ സമ്മേളനത്തിന് വന്നു. അപ്പോൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ അൽരാജിനെ വിളിച്ചത്. അപ്പോൾ അൽരാജ് തലേ ദിവസം രാത്രി 12:30 മറ്റോ അവിടെ എത്തിയിരുന്നു. അപ്പോൾ അൽരാജിൻ്റെ റൂമിൽ പോയിട്ടാണ് ഞാൻ ഫ്രഷായിട്ട് സമ്മേളന സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ എവിടെ ഉണ്ടെങ്കിലും അൽരാജ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അൽരാജിനെ വിളിക്കും. തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും അൽരാജിനെ തന്നെ വിളിക്കും. അപ്പോൾ അൽരാജിൻ്റെ തന്നെ 4-5 നമ്പറുകൾ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. പലതും പ്രവർത്തിക്കുന്നതല്ല, എന്നാലും ഞാനത് ഡിലീറ്റ് ചെയ്യാതെ ഇട്ടിരുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്തോ ആവശ്യമുണ്ടെങ്കിലും ഞാൻ വിളിക്കുമ്പോൾ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ കണ്ണൂർ വെച്ച് ഞങ്ങൾ തമ്മിൽ പിരിയുന്നത്. ഒരിക്കൽ അൽരാജ് എൻ്റെ അടുത്ത് വന്നത്, നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ നമ്മുടെ ഒരു സഹപ്രവർത്തകൻ്റെ 2 ഇരട്ട കുട്ടികൾക്കും വൃക്കരോഗം ബാധിച്ചിട്ട് അവരുടെ വൃക്ക മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ അദ്ദേഹം ഒരു ക്ലാർക്കാണ്, വാട്ടർ അതോറിറ്റിയിലെ ഒരു ക്ലാർക്ക്, ഏക വരുമാനക്കാരനാണ്, സാമ്പത്തികമായ പ്രതിസന്ധിയൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു അപ്പീൽ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് വാട്ടർ അതോറിറ്റിയിലേക്ക് നമ്മുടെ യൂണിയൻ്റെ വകയായിട്ട് ഈ അപ്പീൽ നമുക്കൊന്ന് അയച്ചു കൊടുത്താലോ, നമുക്ക് പൈസ സമാഹരിച്ച് എടുക്കാമല്ലോ എന്ന് പറഞ്ഞു, പുള്ളിയെ സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, നമുക്കങ്ങനെ അപ്പീൽ ഒരെണ്ണം യൂണിയൻ അയക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഔദ്യോഗികമായ ഒരു അപ്പീൽ വിടാൻ സാധ്യതയുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ നമ്മൾ അശോക് കുമാർ എന്ന IAS MD യെ സമീപിക്കുന്നു.
ഞങ്ങൾ രണ്ടുകൂടാ പോകുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറത്ത് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അപ്പീൽ ഞാൻ തന്നെ അയക്കാം, ഒരു അപ്പീൽ തയ്യാറാക്കിക്കൊണ്ട് വരൂ എന്ന് പുള്ളി ഇങ്ങോട്ട് പറയുകയാണ്. അപ്പം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന അപ്പീൽ അനിൽരാജ് തന്നെ കമ്പ്യൂട്ടറിനകത്ത് നമ്മുടെ ലെറ്റർ പാഡിലാക്കി ആ സാധനം കൊണ്ട് ഒരു അരമണിക്കൂറിനകത്ത് ഞങ്ങൾ വീണ്ടും എം ഡിയെ കാണുന്നു. എം ഡി അത് സൈൻ ചെയ്യുന്നു, അത് കോപ്പി എടുക്കുന്നു, അപ്പം തന്നെ അത് ഡെസ്പാച്ചിലേക്ക് പോകുന്നു. കേരളത്തിലെ എല്ലാ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്കും ആ അപ്പീൽ പോയി. അതിന് ഒരു ഫോളോ അപ്പോ അതുപോലൊരു സമ്മർദ്ദമോ ആരെങ്കിലും വിളിച്ചു പറയുകയോ ഒന്നും ചെയ്യാതെ തന്നെ തൊട്ടടുത്ത മാസം ഒരു 6 ലക്ഷം രൂപ ആ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വിനയകുമാർ സാറ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൺട്രോളിങ് ഓഫീസർ. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള നേതൃത്വത്തിലെടുത്ത ഒരു അക്കൗണ്ടിലേക്കാണ് ഈ പൈസ വന്നത്. അപ്പോൾ ആ കുട്ടിയുടെ ശസ്ത്രക്രിയയെല്ലാം നടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു സഹജീവി, അവർ തമ്മിൽ ഒരുമിച്ച് ഒരു ഓഫീസിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ പോലുമല്ല. ആകെയുള്ള ബന്ധം ഒരു വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ്റെ മെമ്പർഷിപ്പ് ഉള്ള ഒരു സഖാവ് എന്നതിലപ്പുറമുള്ള ഒരു വൈകാരിക ബന്ധവും പോലും അവർ തമ്മിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം മുമ്പിൽ വന്നപ്പോൾ അത് ഉയർത്തിക്കൊണ്ടുവന്ന് അതിന് ഒരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കാണിച്ച ഒരു താല്പര്യം, ഒരുപക്ഷെ ഞാൻ ആ താല്പര്യം മറ്റു പലരിലും, ഒരുപക്ഷെ എനിക്ക് പോലും അത്രയും ഒരു താല്പര്യത്തോടെ പല കാര്യങ്ങളിലും ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ സ്വയം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പം നമ്മളെക്കാളുമൊക്കെ, എന്നെക്കാളുമൊക്കെ എത്രയോ ഉയർന്ന നിലവാരത്തിൽ എല്ലാ രംഗത്തും പ്രവർത്തിച്ചിട്ടുള്ള ഒരു കൊച്ചനുജൻ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഒരു കത്തി നിൽക്കുന്ന ഒരു സൂര്യൻ അങ്ങനെ പോയി എന്ന് വേണം കണക്കാക്കാൻ. താങ്ക് യു. അതോറിറ്റിയിലെ പ്രധാന സംഘടന, ഏറ്റവും വലിയ സംഘടന ആ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശശാങ്ക് അദ്ദേഹം ഒരുപാട് കാലം ജനറൽ സെക്രട്ടറിയാണ്. ഈ അനിൽരാജ് അതോറിറ്റിയിൽ ജില്ലാ കമ്മിറ്റി അംഗമൊക്കെ ആയിരിക്കും. അദ്ദേഹം ജില്ലയിൽ നിന്ന് സംഘടന നയിക്കുകയാണ്. അതിന്റെ പൊട്ടൻഷ്യൽ നല്ല രീതിയിൽ അറിയാൻ അതിന് സഹാവാണ് ശശാങ്ക്. അദ്ദേഹത്തെ എന്റെ പ്രിയപ്പെട്ടവരെ, കേൾക്കാമോ? കേൾക്കാം. ഇന്നലെ കുറെ അധികം മണിക്കൂർ അനിലിന്റെ മക്കളും കുടുംബമായിട്ട് ചെലവഴിച്ചു. ഞാൻ 1982 കണ്ണൂരിൽ PWയിലായിരുന്നു അന്ന് വർക്ക് ചെയ്തിരുന്നു. PhDയിൽ ജോലി കിട്ടി തിരുവനന്തപുരത്ത് വന്നപ്പോൾ രാജുവണ്ണൻ, അതായത് അനിൽരാജിന്റെ അച്ഛൻ, PH ഡിവിഷനിലെ ഹെഡ് ക്ലാർക്കായിരുന്നു. അവിടെയാണ് ഞാനും ജോയിൻ ചെയ്തത്. 83 സറണ്ടർ സമരവും അങ്ങനെ വലിയ രൂക്ഷമായ സമര കാലഘട്ടമായിരുന്നു. ഇവിടെ വന്ന് അതിന്റെ NGO യൂണിയന്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറായിട്ടൊക്കെ എന്റെ പ്രവർത്തനമായി നിൽക്കുമ്പോൾ രാജുവണ്ണൻ NGO യൂണിയന്റെ ജില്ലാ കൗൺസിലറായിരുന്നു. പെട്ടെന്ന് രാജുവണ്ണൻ അസുഖമായി കുറെ നാളിങ്ങനെ ചികിത്സയുമായിട്ട് പോയി. പിന്നെ രാജുവണ്ണൻ മരിച്ചു. ഞങ്ങളൊക്കെ അന്നത്തെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിലുള്ള NGO യൂണിയന്റെ പ്രവർത്തകനാണ്. അപ്പൊ ഞങ്ങളെല്ലാ വീട്ടിൽ പോവുകയും അന്നത്തെ ആ വീട്ടിലെ മൂത്ത ഏറ്റവും പൊടി കുഞ്ഞ്, തീരെ ഒരു കണവും ഒന്നുമില്ലാത്തൊരു കൊച്ചു പയ്യൻ, അതാണ് അനിൽരാജ്. അവിടെ നിന്ന് അവന് ജോലിയുമായി ബന്ധപ്പെട്ട, ആ കുടുംബവുമായി ബന്ധപ്പെട്ട തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും ആ വീട്ടിലെ ഒരു അംഗമായി തന്നെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവൻ ജോയിൻ ചെയ്തു. കല്യാണം ആയി. നേരത്തെ പറഞ്ഞ കണക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങളുടെ വാട്ടർ അതോറിറ്റി എംപ്ലോയീസും CITയുടെ
ജനറൽ സെക്രട്ടറിമാർ മിക്കവാറും തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ളവരായിരുന്നു. എറണാകുളം, തൃശ്ശൂർ, കണ്ണൂരൊക്കെ ആയിരുന്നു. കുറുപ്പ് സാറ് മാത്രമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ കാലഘട്ടങ്ങളിലൊക്കെ തിരുവനന്തപുരം ജില്ലയായി ബന്ധപ്പെട്ടും സെക്രട്ടേറിയറ്റായി ബന്ധപ്പെട്ടും ഒക്കെ സംഘടനാ രംഗത്ത് ഒരുപാട് ഇടപെടൽ നടത്തേണ്ടിയിരുന്ന ഒരു ഉത്തരവാദിത്വം എനിക്കുമായിരുന്നു. എന്റെ കൂടെ അനിൽ എന്നും ഉണ്ടായിരുന്നു. അവനൊരിക്കലും ഞാൻ സഖാവോ നേതാവോ ഒന്നും അല്ല, അണ്ണനായിരുന്നു. അണ്ണൻ എന്ന രീതിയിൽ തന്നെ വിളിക്കുകയും ഞാനും അവനും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ ചില വൻ നേതാക്കളുടെ പ്രസ്താവനയെ പോലും അനിലിന് ചില പ്രതിഷേധങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ രാത്രി എന്നെ വിളിക്കും, കുറേ നേരം സംസാരിക്കും. അനിലിനെ കേൾക്കുന്ന ഒരാൾ അനിലിന് ആവശ്യമാണ്. ഞങ്ങൾ വ്യത്യസ്തമായി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ യുദ്ധത്തിനെതിരായിട്ട് 1000 സഡാക്കോ കൊക്കുകളെ ഉണ്ടായിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തി. സിറ്റിയിലെ വാട്ടർ അതോറിറ്റി ആയതിനു ശേഷം നമ്മളൊരു കൊച്ചു സംഘടനയായിരുന്നു അന്ന്. തിരുവനന്തപുരം ജില്ലയിൽ 77 മെമ്പർഷിപ്പേ ഉള്ളൂ. പ്രബലമായ അപ്പക്കൊരു ഭാഗത്ത് അന്നത്തെ ഭരണം UDF ഭരണവും. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ അതിശക്തമായ ശാരീരികമായും മാനസികമായും വളരെയേറെ പീഡിപ്പിക്കുന്ന കാലഘട്ടം. അന്ന് തിരുവനന്തപുരം ജില്ലയുടെ ആകെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് സഡാക്കോ കൊക്കിന്റെ നിർമ്മിതി ആ പാളയ രക്തസാക്ഷി മണ്ഡപത്തിൽ ഒട്ടേറെ ജീവനക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് FSCTO ജീവനക്കാരെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് വൈകുന്നേരമായപ്പോൾ വലിയ ഒരു സാംസ്കാരിക പ്രവർത്തനമായി മാറി. അതിന്റെ പിന്നിലെ ബ്രെയിൻ അനിൽ രാജായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞങ്ങൾ വാട്ടർ അതോറിറ്റി എംപ്ലോയീസും CIT നോട്ടീസുകളുടെ ആ ലേ ഔട്ടുമായി ബന്ധപ്പെട്ട് നമ്മളെ വാട്ടർ അതോറിറ്റിയുടെ 75 വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള സെവനീർ, നമ്മുടെ യൂണിയന്റെ തന്നെ വിവിധ മാഗസീൻ, ഇതിന്റെയൊക്കെ ലേ ഔട്ടും മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നേരത്തെ ബൈജു സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മേഖലയിൽ ഓഫീസേഴ്സ് സംഘടന വേണമെന്ന ചിന്തയിൽ ഞങ്ങൾ വാട്ടർ അതോറിറ്റി ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള ഞാൻ അടക്കമുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ മനസ്സിൽ വന്ന് ഏതാണ്ട് 3-4 വർഷത്തെ യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് 2008 ബൈജു സാർ സൂചിപ്പിച്ച ഒരു കൺവെൻഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ എംബ്ലവും അതുപോലെ പേര്, ഒരുപാട് പേര് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യും. അവസാനം ഈ അക്വ എന്ന പേരിലും ഈ എംബ്ലം ഉണ്ടാക്കിയതിലും ബൈജു സാറിന്റെയും അനിൽരാജിന്റെയൊക്കെ ഒരു ഇടപെടൽ, അവരുടെ ലീഡർഷിപ്പ്, അവരുടെ സംഭാവന എന്നുള്ളത് ഒരിക്കലും മറക്കാൻ പറ്റുന്നതല്ല. അതേപോലെ സാറ് സൂചിപ്പിച്ച ലൈബ്രറി, അത് വലിയ സങ്കല്പമായിരുന്നു. കാരണം ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെയും കൂടി പ്രവർത്തകനായിരുന്നു ഞാനും അനിൽരാജും ഒക്കെ. ബൈജു സാറും ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു സഹയാത്രികനായിട്ട്. അപ്പൊ അങ്ങനെ ലൈബ്രറി അവിടെ തുടങ്ങുകയും ഒക്കെ ചെയ്ത് അതിന്റെ ഒരു കാലഘട്ടവും ഒക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ ബലികുടീരങ്ങളുടെ കാലഘട്ടം, ദേവരായ മാസ്റ്റർ, പരവൂർ G. ദേവരായ മാസ്റ്ററാണ് എൻ്റെ കുടുംബ വീട്ടിനടുത്താണ്. അവിടെ വരാൻ വേണ്ടി ബോധപൂർവം പരവൂർ വന്നു. അല്ലെങ്കിൽ തന്നെ എൻ്റെ കുടുംബവും അനിൽരാജന്റെ കുടുംബവും എൻ്റെ വീടുമായിട്ടൊക്കെ നല്ല ബന്ധത്തിലാണ്, എല്ലാവരെയും പരസ്പരം അറിയുന്നവരാണ്. അങ്ങനെ ആഗസ്റ്റ് 15 സത്യം പറഞ്ഞ ആ ഒരു അറിവ് അനിൽരാജിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പറയേണ്ടി വരും. ഞാൻ മെനങ്ങാവുന്ന സ്ഥലത്ത് പാലക്കാടായിരുന്നു, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട്. അപ്പം മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച് ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവന്റെ പടം കണ്ടത്. ആദരാഞ്ജലി കണ്ടപ്പോൾ എനിക്ക് എന്താ സംഭവിച്ചത് അറിയാതായിപ്പോയി. വിളിച്ചിട്ടാരെയും കിട്ടുന്നതുമില്ല. പിന്നെ വീട്ടിലെ മോനെ വിളിച്ചു, മോനറിയാം. അപ്പൊ ഇവന്റെ മോന്റെ അവരെയൊക്കെ നമ്പരും ഒക്കെ അവന്റെ അറിയാം. അങ്ങനെ വിളിച്ചിട്ടാണ് തിരിച്ചു വിളിച്ച് പറഞ്ഞത് സംഭവം ഇങ്ങനെയാണെന്ന്. പിന്നെ ഇന്നലെ കാലത്തെ പോയി അവിടെ കുറെ നേരം ഇരുന്നു, ഒന്നും പറയാതില്ല. നന്ദി. നമ്മുടെ സംഘടനയുടെ അധ്യക്ഷ സംഭവിച്ചാൽ നമ്മുടെ ഗസ്റ്റായിട്ട് വേണ്ടിയിട്ടുള്ള ആചാരത്തിന്റെ പരിപാടികൾ തിരക്കാനാണ് ഇവിടെ കയറിയിട്ടില്ല. കേരളമെന്ന് വീക്ഷിക്കാം. നമ്മുടെ ഈ സംഘടനയുടെ ക്ഷണം സ്വീകരിച്ച് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. ഈ മന്നട അതോറിറ്റിയിൽ തന്നെ ഉള്ള പ്രധാനപ്പെട്ട ആളുകളാണ് സംസാരിക്കാനുള്ളത്. നമ്മുടെ സംഘടനയുടെ അധ്യക്ഷനായിട്ടുള്ള സന്തോഷ് കുമാർ ES സംസാരിക്കും. ജോയ്, ഇതില് MM ജോർജ്, മൂർത്തി അവരൊക്കെ ഇതിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കണം കേട്ടോ. എന്തായാലും പ്രിയപ്പെട്ടവരെ,
ഈ അനുശോചന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഓഫീസർമാർ, വിവിധ സംഘടനകളുടെ മുൻകാല നേതാക്കന്മാരായിട്ടുള്ള CITUവിന്റെ സംസ്ഥാന നേതാക്കളായിട്ടുള്ള സഖാവ് ശശാങ്കൻ, നമ്മുടെ സംഘടനയുടെ മുൻ പ്രസിഡന്റായിട്ടുള്ള മോഹൻകുമാർ, AITCയുടെ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള സഖാവ് MM ജോർജ്, എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ നേതാവായിട്ടുള്ള ശ്രീ മൂർത്തി, അതുപോലെ തന്നെ മറ്റ് അക്വയുടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഭാരവാഹികൾ, മറ്റ് നേതാക്കളെ, സഖാവ് അനിൽ രാജ് നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ഔദ്യോഗികമായിട്ട് തന്നെ ഒരു അനുശോചന യോഗം വളരെ വിപുലമായിട്ടൂടെ സംഘടിപ്പിക്കപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ സംഘടന സംസ്ഥാന തലത്തിൽ വിവിധ ജില്ലകളിലും അനുശോചന യോഗങ്ങൾ പ്രത്യേകം വിളിച്ചു ചേർത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ പങ്കിടാനും നിർദ്ദേശം കൊടുത്താണ്. നിലവിൽ ശ്രീ അനിൽ രാജ് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമല്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹം ഈ സംഘടനയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ, അതല്ല എങ്കിൽ ഈ കുടിവെള്ള മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ വളരെ വിലപ്പെട്ടതാണ്. ഇന്ന് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു പ്രധാനപ്പെട്ട ആളുകളെക്കാളും അല്ലെങ്കിൽ സംഘാടകനെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെക്കാളും വലിയ സംഭാവനകൾ ഈ സംഘടനയുടെ ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചേരുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് അത്തരത്തിലുള്ള നിർദ്ദേശം സംഘടന നൽകിയിട്ടുള്ളത്. എനിക്ക് മുൻപ് സംസാരിച്ചവരൊക്കെ തന്നെ ശ്രീ അനിൽ രാജുമായി ബന്ധപ്പെട്ട അവരുടെ വളരെ സ്വകാര്യമായിട്ടുള്ള അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും ഓരോ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ മറ്റ് സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നവരാണ്. അത്തരം മേഖലയിൽ നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് വിലയിരുത്തപ്പെടുമെന്നുള്ളത് സ്വാഭാവികമാണ്. എങ്കിൽ പോലും അങ്ങനെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിനിടയിൽ നമ്മുടെ സ്വകാര്യമായിട്ടുള്ള ബന്ധങ്ങൾ എത്രത്തോളം തീവ്രമായി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വലിയ ഒരു പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ നമ്മൾ ഉണ്ടാക്കുന്ന വലിയ നേട്ടങ്ങളെക്കാൾ നമ്മുടെ നഷ്ടം ഈ സമൂഹത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ഒരു വലിയ വാക്വം അത്തരത്തിലുള്ള വ്യക്തിബന്ധങ്ങൾക്കാണ് അനുഭവിച്ചറിയാൻ കഴിയുക. അതിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇവിടെ പങ്കെടുത്ത സഖാവ് ശശാങ്കനായാലും സഖാവ് മോഹൻകുമാർ ആണെങ്കിലും മറ്റുള്ള ആളുകളൊക്കെ തന്നെ വളരെ വൈകാരികമായിട്ടുള്ള അവരുടെ അനുഭവം ഇവിടെ പങ്കുവച്ചത്. അപ്പൊ ഓരോ സംഘാടകനും അവരുടെ വ്യക്തിബന്ധങ്ങൾ എത്ര തീവ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് അവരുടെ സാമൂഹ്യ ജീവിതത്തിന്റെ വിജയം കൂടി കണക്കാക്കുന്ന ഒരു അളവുകോലാണ്. അതാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോ ഇതിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അനുശോചന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവസരം ഇവിടെ കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായ വ്യക്തി ജീവിതം എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വിളിച്ചോതിലാണ് ഇവിടെ അനുസ്മരിക്കപ്പെട്ടുള്ള ഓരോരുത്തരുടെയും വളരെ വിലപ്പെട്ടിട്ടുള്ള വാക്കുകൾ എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. സംഘടനയെ സംബന്ധിച്ചിടത്തോളം ശ്രീ സഖാവ് അനിൽ രാജ് വളരെ സ്തുത്യർഹമായിട്ടുള്ള സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ജോയി അത് വിശദീകരിക്കുകയുണ്ടായി. ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അനിൽ രാജിനെ സംബന്ധിച്ചിടത്തോളം അനിൽ രാജ് ഒരു കലാകാരനാണ്, ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്, ഒരു സംഘാടകനാണ്, ഒരു സാഹിത്യകാരനാണ്. അതായത് സർവതല സ്പർശിയായിട്ടുള്ള ഒരു സാമൂഹിക ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബഹുമുഖമായിട്ടുള്ള പ്രതിഭകളെ, കലാകാരന്മാരെ നമുക്ക് വളരെ വിരളമായിട്ടേ കാണാൻ കഴിയുള്ളൂ. ഇപ്പൊ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തെ വിലയിരുത്തുമ്പോൾ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു ഗുണം ഞാൻ ഈ സ്ഥാനത്തിരുന്നു കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നിസ്വാർത്ഥമായി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സംഘാടകൻ എന്ന നിലയ്ക്കും ഇത്രയും
വലിയ കഴിവുകൾ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കുമ്പോൾ ഏത് രീതിയിലേക്ക് വേണമെങ്കിൽ സംഘടനയുടെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹത്തിന് കയറി വരാൻ സാധ്യത ഉണ്ടായിട്ടും അത്തരത്തിലുള്ള സാധ്യതകളൊന്നും പരിഗണിക്കാതെ അല്ലെങ്കിൽ അതിനൊന്നും ഒരു മുൻതൂക്കം നൽകാതെ പരിമിതമായിട്ടുള്ള തന്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ഏറ്റവും ഉദാത്തമായിട്ടുള്ള സേവനം സംഘടനയ്ക്ക് നൽകുക എന്നുള്ള വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതം ഈ സംഘടനയ്ക്ക് മുമ്പിൽ അദ്ദേഹം നമുക്ക് മാതൃകയായിട്ട് നിന്നിട്ടുള്ളത് അല്ലെങ്കിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് മറ്റുള്ളവർക്കൊക്കെ ഏറെ മാതൃകാപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. ഇന്നത്തെ ഒരു ആനുകാലിക രാഷ്ട്രീയ അല്ലെങ്കിൽ സംഘടനാ കാലഘട്ടങ്ങളിൽ അത്തരം കാഴ്ചപ്പാടുകളൊക്കെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസം പ്രവർത്തിക്കുമ്പോഴേക്കും എനിക്ക് അതിൽ സ്ഥാനം ലഭിച്ചില്ല, അല്ലെങ്കിൽ കുറച്ചു കാലം നമ്മളൊരു പ്രവർത്തകനായി നിൽക്കുമ്പോൾ നമുക്ക് ആ സ്ഥാനം ലഭിച്ചില്ല എന്ന് പറയുന്ന ആളുകൾ കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ അത്തരം സ്ഥാനമാനങ്ങൾക്കൊക്കെ അപ്പുറം അതൊന്നുമില്ലാതെ തന്നെ ഈ സംഘടനയുടെ ഉദ്ദേശ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ഏൽപ്പിക്കുന്നതും ഏറ്റെടുക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനം ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളത് അദ്ദേഹത്തെ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ ഇവിടെ അദ്ദേഹത്തെ പ്രത്യേകം സ്മരിച്ചുകൊണ്ട് ഒരു സംഘടനാ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ മുൻപ് സൂചിപ്പിച്ചതുവരെ പോലെ അത്ര അഗാധമായിട്ടുള്ള വ്യക്തിബന്ധം അനിൽ രാജുമായിട്ട് ഒരു പക്ഷേ ഇരിക്കുന്നുണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ചുരുങ്ങിയ സംഘടനാ കാലയളവിനിടയിൽ ഒരുപാട് അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. ശ്രീ അനിൽ രാജിനെ ഹെഡ് ഓഫീസിൽ എത്തിക്കുക എന്നുള്ളത് സംഘടനാ ദൗത്യമായിരുന്നു. അക്വ എന്ന് പറയുന്ന സംഘടന അത് ഏറ്റെടുത്തത് അദ്ദേഹത്തിന്റെ കൂടി ഒരു അഭ്യർത്ഥനയാണ്. നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു സമൂഹം എത്രയൊക്കെ നമ്മൾ ഉയർന്ന രീതിയിൽ ചിന്താഗതികൾ ഉള്ളവരാണെന്ന് പറയുമ്പോഴും ആ നിലവാരത്തിലുള്ള ചർച്ചകൾ നടത്തുമ്പോഴും എവിടെയോ ഉള്ളറകളിൽ അത്തരം ആളുകൾ പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ള വസ്തുത ഒരു വശത്തൂടെ മാറി നിന്ന് പോകുന്നുണ്ട് എന്നുള്ളത് ഇപ്പോഴും യാഥാർത്ഥ്യമാണ്. ഒരുപാട് ആഗ്രഹിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ഹെഡ് ഓഫീസിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഇല്ലാതെ പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായതായി. അത് സത്യമാണോ അല്ലെങ്കിൽ മിഥ്യയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കപ്പെട്ടില്ല. എങ്കിൽ പോലും അങ്ങനെ ഒരു വിഷമം അനിൽ രാജിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു ദിവസമെങ്കിലും എനിക്ക് ആ ഹെഡ് ഓഫീസ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ഏതെങ്കിലും ഒരു കേറ്റഗറിയിൽ ഒരു തസ്തികയിൽ ഇരിക്കണം സഖാവേ എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹം ഈ സംഘടന മുമ്പാകെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ അക്വ എന്ന് പറയുന്ന സംഘടന അദ്ദേഹത്തിന്റെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കാൻ ഇടവന്നു എന്നുള്ളതിൽ ഏറെ സന്തോഷകരമാണ്. അതിൻ്റെതായ പരിമിതമായിട്ടുള്ള അളവിലെങ്കിലും ഈ സംഘടന അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നമ്മൾ നിന്ന് വിട്ടുപോകുമ്പോൾ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ AO എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ സേവനം അവസാനിപ്പിച്ചത് അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങിയത് എന്നുള്ളത് ഈ ദുഃഖത്തിനിടയിലും സന്തോഷകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ ആളുകൾ ഇവിടെ സംസാരിക്കാനുള്ള നീട്ടിക്കൊണ്ടുപോകുന്നില്ല. 1-2 വിഷയങ്ങൾ 1-2 അനുഭവങ്ങളാണ് എനിക്കിവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഒന്ന്, ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ പണിയണം. അവിടുത്തെ ചെയർമാൻ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള സഹായം നൽകണമെന്ന് അക്വ സംഘടനയോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അക്വയുടെ ടെക്നിക്കൽ വിഭാഗമായ അക്വടെക്കിനെ അതിൽ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അവിടെ ജോയി ഉൾപ്പെടെയുള്ള അക്വടെക്കിന്റെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സന്ദർശിക്കുകയും ആ കുളവുമായി ബന്ധപ്പെട്ട സാങ്കേതിക സഹായം നൽകുന്നതിനുള്ള നടപടിയിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്തു. അപ്പൊ അത്തരത്തിൽ ഇവിടെ ശശാങ്കൻ സഖാവ് പറഞ്ഞതുപോലെ അക്വ എന്ന് പറയുന്ന സംഘടനയുടെ സംഘടനാപരമായ ദൗത്യത്തിലേക്ക് സാംസ്കാരികത എന്ന് പറയുന്ന വലിയ ഒരു ഭാഗം കൂട്ടിച്ചേർക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി വർത്തിച്ച ആളായിരുന്നു ശ്രീ അനിൽ രാജ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. കഴിഞ്ഞ 2 സമ്മേളന കാലയളവിലും റിപ്പോർട്ട് അവതരിപ്പിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ഈ 2 റിപ്പോർട്ടിനെ അവതരിപ്പിക്കുമ്പോഴും അതിലുള്ള സാംസ്കാരിക ഇടപെടലുകളായിട്ട് നമ്മൾ സൂചിപ്പിച്ചതിൽ മുഴുവൻ സഖാവ് അനിൽ രാജിന്റെ കയ്യൊപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറെ സന്തോഷത്തോടു കൂടിയും അതോടൊപ്പം തന്നെ ഇനി അത്തരം സാംസ്കാരിക ഇടപെടലുകളിൽ അദ്ദേഹത്തിന്റെ ഒരു പങ്കാളിത്തം നമുക്ക് ഉണ്ടാകില്ല എന്നുള്ള വിഷമത്തോടും കൂടിയും ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. എന്തായാലും ശ്രീ അനിൽ രാജിന്റെ വിയോഗം നമുക്ക് വലിയ ഒരു ആഘാതമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്.
നിലവിൽ സംഘടനയുടെ ആക്വാ ന്യൂസിന്റെ ഈ സമ്മേളനം അദ്ദേഹത്തെ അതിന്റെ എഡിറ്ററായിട്ട് കൂടി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് സഖാവ് ബൈജു ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ആ അർത്ഥത്തിൽ ഈ സംഘടനയുടെ വളർച്ചയിലും ഈ സംഘടനയുടെ സാംസ്കാരികമായ കെട്ടുറപ്പിലും സഖാവ് അനിൽ രാജ് നൽകിയ സംഭാവനകളെ ഏറെ ആദരവോടുകൂടിയും സ്നേഹത്തോടുകൂടിയും സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഈ കൊഴിഞ്ഞുപോക്കിൽ ഏറെ ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ വിഷമത്തിൽ പങ്കാളിയായിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ വിഷമത്തിൽ പങ്കാളിയായിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമുക്ക് കൂടെ സംസാരിക്കാനുള്ളത് വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ ചെയ്യുമ്പോൾ വെസ്റ്റ് ജില്ല സൗത്ത് ജില്ലയുടെ സെക്രട്ടറി ആയിട്ടുള്ള വൈ.കെ. ഷാജി ഇവിടെ ഉണ്ട്. അദ്ദേഹം അനുരാഗിനനുസരിച്ച് സംസാരിക്കും. വൈ.കെ. ഷാജി കേൾക്കാമോ? കേൾക്കാമോ ഷാജി? കേൾക്കാൻ തോന്നുന്നു. വീണ്ടും വിളിക്കാം. കേരള വാട്ടർ അതോറിറ്റി ഓൾ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് അതിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ജോർജ് തിരുവനന്തപുരം ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ഹസൻ സംസാരിക്കാം. ജോർജ് സാർ സംസാരിക്കട്ടെ സാർ, എന്നിട്ട് ഞാൻ സംസാരിക്കും. ജോർജ് സാറിന് പ്രിയപ്പെട്ട സഖാക്കളെ, സഖാവ് അനിൽരാജ് ഒരു നല്ല സഖാവായിരുന്നു എല്ലാ അർത്ഥത്തിലും. ജലഭവനിൽ കേരള വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ സാംസ്കാരികമായ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ജാക്സിന്റെ അമരക്കാരനെന്ന നിലയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഇത്തരണത്തിൽ അനുസ്മരണീയമാണ്. ഒരു ബുദ്ധിജീവി എന്നതിലുപരിയായി, ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്നതിലുപരിയായി, ഒരു കലാകാരൻ എന്നതിലുപരിയായി സമൂഹത്തിലെ തെറ്റുകൾക്കെതിരായി, സമൂഹത്തിലെ അനീതികൾക്കെതിരായി അദ്ദേഹത്തിൻ്റെ ഉറച്ച നിലപാടുകൾ നമുക്കെല്ലാം പലപ്പോഴും തൊട്ടറിയാൻ കഴിയും. കുടിവെള്ളം മനുഷ്യന് ജന്മാവകാശമാണ് എന്ന് നമ്മളെല്ലാം പറയുമ്പോൾ അത് സ്വന്തം ഹൃദയത്തിലേറ്റിക്കൊണ്ട് കുടിവെള്ള സ്വകാര്യവൽക്കരണത്തിനെതിരായി നടന്നിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളുടെയും മുൻനിരയിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് പലപ്പോഴും ഞാവും. ആ പോരാട്ടങ്ങളിലെല്ലാം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ, അതിന് കരുത്ത് പകരാനും അതിന് ഊർജം പകരാനുമെല്ലാം സഖാവ് അനിൽ രാജിൻ്റെ നിലപാടുകൾ, പ്രവർത്തനങ്ങൾ നമുക്ക് നാളുകളിലും വഴികാട്ടിയാവും. അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മൾ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതായിരുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ആ നല്ല സഖാവിനെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാനും എൻ്റെ പ്രസ്ഥാനവും ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. വൈ.കെ. ഷാജിക്ക് കേൾക്കാമോ? വൈ.കെ. ഷാജി കേൾക്കാമെങ്കിൽ മൂക്കൊന്ന് മാറ്റിട്ട് കേൾക്കാമോ? മൂക്ക് മാറ്റി അപകടങ്ങൾ വിളിക്കാൻ പറ്റുന്നുണ്ട്. ഹസൻ സംസാരിക്കും. സാർ എന്നെയാണ് വിളിച്ചത്? കൃത്യമായി കേട്ടില്ലായിരുന്നു. ഞാൻ ഷാജിയെ വിളിച്ചു. ഹലോ ഹസനെ ഞാൻ വിളിച്ചു. പ്രിയപ്പെട്ടവരെ,
ആദ്യം ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് 9:40 10 മണിക്ക് അവസാനിപ്പിക്കണം. പരമാവധി കുറഞ്ഞ സമയമെടുത്ത് കൂടുതൽ കാര്യങ്ങൾ. ജോയ് സാറേ പറയുന്നത് ക്ലിയർ അല്ല, സൗണ്ട് കുറവാണ്, ഒന്ന് ഒച്ചത്തിൽ. ഓക്കെ, അല്ല ഞാൻ പറഞ്ഞത് സമയം 9:40 അപ്പൊ പരമാവധി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വലിയ സമയമൊന്നും എടുക്കുന്നില്ല. ഓക്കെ, ഇനിയുള്ള ആളുകൾ ശ്രദ്ധിച്ചാൽ മതി. ഉപരിയുള്ള ഒരു സൗഹൃദം പറയുന്നുണ്ട് സാർ. ഒരു സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. കുറഞ്ഞതൊരു 10-24 വർഷമായിട്ട് സഹചാരിയായി ഏത് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ വർത്തിക്കുന്നവർ 2 വ്യക്തിത്വങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും. മരണം നടക്കുന്നത് ഞായറാഴ്ച രാവിലെയാണ്. ഞായറാഴ്ച രാവിലെ 3:30-ക്കോ 4-നോ എന്തോ ആണ്. തലേ ദിവസം വൈകുന്നേരം 4:15-നും രാത്രി 8-നും എന്നെ വിളിച്ചിരുന്ന വ്യക്തി കൂടിയാണ് അനിൽ രായ സാർ. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരുമായി സഞ്ചരിച്ച ഒരു കാറിന് ഒരു ആക്സിഡന്റ് ഉണ്ടാകുകയും അതുമായി ബന്ധപ്പെട്ടാണ് എന്നെ വിളിക്കുകയും ചെയ്തത്. ഞങ്ങൾ ജോർജ് സാറിന്റെ മകന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് കൂത്താട്ടുകുളത്തായതിനാൽ എനിക്ക് അപ്പോൾ ഇടപെടാൻ പറ്റിയില്ല. പിന്നീട് എന്നെ വിളിച്ച് വഴക്ക് പറയാനുണ്ടായത്. രാത്രി എത്ര നേരമാണേലും നീ ആ കാറ് ചെന്ന് കണ്ടിട്ട് വേണം വീട്ടിൽ പോകാനെന്നാണ് എന്നോട് പറഞ്ഞത് തന്നെ. അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധവും വലുതാണ്. ആ ഒരു രീതിയിൽ ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. പക്ഷേ ഒന്ന് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. പലരും പറയാതെ പറഞ്ഞു പോയ ഒരു ചെറിയൊരു കാര്യം. അദ്ദേഹത്തെ വേണ്ട വിധം ആരും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഉപയോഗിച്ചിട്ടില്ല എന്നതിലുപരി അദ്ദേഹത്തെ പരിഗണിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള ഏറ്റവും ആപ്തമായ വാക്യം. ഇത്രയധികം ബഹുമുഖ പ്രതിഭയായ ഒരു വ്യക്തി ചിലപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയിലെ ജീവനക്കാരായി ഉണ്ടാകില്ല തന്നെ. ഒരു കമ്മ്യൂണിസ്റ്റുകാരുടെ നന്മ നിറഞ്ഞ മനസ്സ്, അതിൽ ആളിത്യമുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ അതിനകത്തൊരു സഹായഹസ്തമുണ്ട്, സർഗാത്മകതയുണ്ട്, വിനയമുണ്ട്, സാഹോദര്യ മനോഭാവമുണ്ട്. ഇതൊക്കെ ചേർന്ന ഒരു നല്ലൊരു വ്യക്തിത്വം. ഇതിനുപരി വാട്ടർ അതോറിറ്റിയിൽ തന്നെ ഒരുപാട് ജീവനക്കാരന്റെ കല്യാണക്കുറികൾ അദ്ദേഹത്തിന്റെ കൈപ്പടയിലാണ് എഴുതിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ഓരോ ദിവസവും ഇന്നും ഞാൻ ആ വീട്ടിൽ പോകുമ്പോൾ കണ്ട ആ വലിയൊരു ബഹുജനങ്ങളുടെ ഒരു ഇതുണ്ടല്ലോ, വലിയൊരു ഇത്, അത് തന്നെ അദ്ദേഹത്തിന്റെ സൗഹൃദ വലയത്തിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങളാണ്. ബൈപ്പാസ് കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് അദ്ദേഹം PRS-ലായിരുന്നു ബൈപ്പാസ്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലും കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫ് ഹൗസിൽ അദ്ദേഹത്തിന്റെ വൈഫിന്റെ അച്ഛൻ അസുഖമായി കിടക്കുന്നതിൽ അവിടെയും കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ എൻ്റെ നാട്ടിന്റെ തൊട്ടടുത്തുള്ള ഒരു വെട്ടിക്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വാടകയ്ക്ക് എടുത്തൊരു കെട്ടിടത്തിലായിരുന്നു അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഞാനായിരുന്നു നിത്യസന്ദർശകൻ. എൻ്റെ ദൗത്യം എന്ന് പറയുന്നത് പുതിയ പുസ്തകങ്ങൾ വാങ്ങി അദ്ദേഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. അദ്ദേഹം അന്ന് എന്നോടൊരു കുറിപ്പ് എഴുതി തന്നു, അവിടെ ഒരു ഡോക്ടർ നാസർ എന്ന് പറയുന്ന വ്യക്തിക്ക് കൊടുക്കാൻ. അദ്ദേഹം ആ കുറിപ്പ് എഴുതി തന്നതിന് ആ കുറിപ്പിനകത്ത് ഞാൻ കണ്ട ദൈവമാണിത് എന്ന് പറഞ്ഞാണ് തുടക്കം. പക്ഷെ ഞാൻ ഇന്നലെയും ഞാൻ നന്നായി നോക്കി എൻ്റെ ശേഖരത്തിൽ നിന്ന് എവിടെയെങ്കിലും എനിക്കത് ഡോക്ടർക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്നുവെച്ചാൽ ആ ഡോക്ടർ ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രം PRS-ൽ വന്നു പോകുന്ന ഒരു ഡോക്ടറാണ്. ഞാൻ അതൊക്കെ നോക്കി, പരിധി നോക്കി. ഇത്ര നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉടമയുള്ള അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു കത്താണ്. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. അവസാനം ഞാൻ എൻ്റെ ഒരു സാംസ്കാരിക സംഘടന ISKFന്റെ ലൈഫ് ടൈം മെമ്പർഷിപ്പ് തന്നെ അദ്ദേഹത്തെ കൊണ്ടെടുപ്പിച്ചു. ഞാൻ എൻ്റെ മനസ്സുകൊണ്ടൊരു ആഗ്രഹം സൂക്ഷിച്ചിരുന്നു. റിട്ടയർമെന്റ് ജീവിതത്തിന് ശേഷം ഞങ്ങളുടെ കലാസാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ കൂടെ നടത്തണമെന്ന്. അതിനെനിക്ക് ഒരുപാട് അനുഭവം അദ്ദേഹത്തിൽ നിന്നുണ്ട്. ഇപ്പോൾ ഈ ബലികുടീരങ്ങളെ ഇവിടെ സൂചിപ്പിച്ചതാണ്. ബലികുടീരങ്ങളിലെ എന്നുള്ള ആ ഗാനത്തിന്റെ 50ാമത് വാർഷികം നടക്കുമ്പോൾ ആ പരിപാടി നമ്മളെല്ലാവരും കൂടെയാണ് നടത്തിയതിനു ശേഷം പിരപ്പങ്കോട് മുരളി എന്ന CPM-ന്റെ ജില്ലയുടെ സെക്രട്ടറിയും വാമനപുരത്തിന്റെ MLA ഒക്കെ ആയിട്ടുള്ള പിരപ്പങ്കോട് മുരളി ഞങ്ങൾ പറഞ്ഞ കാര്യത്തെ തിരുത്തിക്കൊണ്ടാണ് അവിടെ അദ്ദേഹം സൂചിപ്പിച്ചത്. ബലികുടീരങ്ങളെ എന്ന് പറയുന്ന ആ ഗാനം ഒരിക്കലും രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടന വേളയിലല്ല പറഞ്ഞതെന്നും AITC-യുടെ ആലപ്പുഴയിൽ നടന്ന ഒരു ദേശീയ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസുമായി ബന്ധപ്പെട്ടാണ് അത് ആദ്യം ആലോചിച്ചതെന്നുമാണ് അദ്ദേഹം നമ്മളെ തിരുത്തിയത്. അങ്ങനെ ഒരുപാട് അറിവുകൾ നമുക്ക് തന്നതിന് സഹായിച്ചൊരു വ്യക്തിത്വം കൂടിയാണ് പ്രിയപ്പെട്ട അനിൽ രായ സാർ. അനിൽ രായ സാറിന്റെ ദേഹവിയോഗത്തിൽ അക്വയുടെ ഓരോ പ്രവർത്തകർക്കൊപ്പം അതിന്റെ ഭാരവാഹികൾക്കൊപ്പം കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ AITC-യുടെ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു.
വൈ.കെ. ഷാജി ഉണ്ടെങ്കിൽ സംസാരിക്കാം. പ്രിയമുള്ള അനിൽരാജ് സാറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ 1000 പ്രണാമങ്ങൾ. വാസ്തവത്തിൽ നെയ്യാറ്റിങ്കര ഏകദേശം 2.5 വർഷക്കാലം അദ്ദേഹം അവിടെ RO ആയിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് വാട്ടർ അതോറിറ്റിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റായും എനിക്ക് തോന്നുന്നു സർവീസിൽ കയറിയ കാലം മുതൽ ഞാനുമായിട്ട് അത്രയും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സംഘാടകൻ കൂടെയാണ്. അത് പറയുമ്പം തന്നെ എവിടെ ഒരു സാംസ്കാരിക പരിപാടിയുണ്ടോ അതിൽ നിറസാന്നിധ്യമായിരിക്കും. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു അതിനോട് കാണിക്കുന്ന ഒരു കൂറും സ്നേഹവും ഒരിക്കലും മറക്കാൻ കഴിയാത്തതിന് എത്രയോ അപ്പുറമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഇടപെടലുകൾ കാണുമ്പോൾ വളരെ ചിരിച്ച മനസ്സോടുകൂടി ഒരാളോട് പോലും ദേഷ്യം പ്രകടിപ്പിക്കാതെ വളരെ ആത്മാർത്ഥമായി അർപ്പണ മനോഭാവത്തോടുകൂടെ തൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി നെയ്യാറ്റിങ്കര ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും മതിപ്പ് തോന്നിയിട്ടുള്ളത് കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ കളക്ഷൻ പിരിച്ചെടുക്കാനായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഇടപെടൽ ഓരോ ജീവനക്കാരനെയും താഴെ അറ്റം വരെ 10ഉം 15ഉം ആളുകളുടെ ഫോൺ നമ്പർ കൊടുത്തുകൊണ്ട് നിങ്ങളിവരെ ബന്ധപ്പെടണമെന്നും നിരന്തരം മീറ്റിംഗ് വിളിച്ച് ഏതാണ്ട് കുടിശ്ശികയില്ലാത്ത ഒരു ഡിവിഷനാക്കി മാറ്റാൻ വരുമാനത്തിൽ ആദ്യമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു ഇത്രയൊക്കെ ഇതൊക്കെ നടക്കുമോ, സാധ്യമാകുമോ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ നിശ്ചയദാർഢ്യം വളരെ സജീവമായി തന്നെ ആ വിഷയത്തിൽ അദ്ദേഹം ഇടപെട്ട ഒരു രീതി, ആ രീതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം വളരെ ഭംഗിയായി ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനുള്ളൊരു ഇടപെടൽ വളരെ ആത്മാർത്ഥമായി നടത്തി എന്നുള്ളത് എനിക്കേറെ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതിലുപരി ഏത് പരിപാടി ഉണ്ടെങ്കിലും ഒരു കല്യാണ പരിപാടി ആയാൽ പോലും അവിടെ ചെന്ന് ആദ്യ അവസാനം വരെ നിന്നുകൊണ്ട് അത് വിജയിപ്പിക്കുന്നതിനുള്ള ഒരു പരിശ്രമം, കല്യാണ ലെറ്റർ എഴുതി നല്ല ഹാൻഡ് റൈറ്റിങ്ങോടുകൂടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം തനത് ശൈലിയിൽ എഴുതി റെഡിയാക്കി വളരെ ഭംഗിയായി അത് ഈ പറയുന്ന രീതിയിൽ അത് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു പ്രവണത ആദ്യം മുതൽ അതിൻ്റെ തുടക്കം മുതൽ അദ്ദേഹം നിന്നുകൊണ്ട് സജീവമായ അത്തരം പരിപാടികൾ എനിക്ക് വാസ്തവത്തിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ പെട്ടെന്ന് ഒരുപാട് അദ്ദേഹത്തിന്റെ ആ നന്മ നിറഞ്ഞ പ്രവൃത്തി എക്കാലവും വാട്ടർ അതോറിറ്റി എംപ്ലോയി യൂണിയൻ ഈ പറയുന്ന ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഞങ്ങളുടെ ഭാഗത്തെല്ലാം വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ള തീരാ നഷ്ടത്തോടൊപ്പം ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിലെ CAT യൂണിയൻ എന്നുള്ള നിലയിൽ എല്ലാവിധ ഇതിലും നമ്മുടെ പൂർണ്ണമായി നമ്മൾ കൂടെ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടത്തോടൊപ്പം ഞങ്ങളും പങ്കുചേരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. റിട്ടയർഡ് എഞ്ചിനീയേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി മൂർത്തി ഇതിൽ പങ്കെടുക്കുന്നുണ്ട് മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ സംസാരിക്കാൻ ശ്രമിക്കും. ഏറെ ബഹുമാനവും സ്നേഹമുള്ള അക്വ പ്രവർത്തകരെ, മറ്റ് സഖാക്കളെ, പങ്കെടുത്ത കലാകാരന്മാരെ, ഞാനും അനിൽരാജുമായിട്ട് അനിൽരാജ് സർവീസ് കയറിയത് മുതലുള്ള ഒരു ബന്ധമാണ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു സഹോദര ബന്ധം തന്നെയാണ്. എന്നെ ഒരു ജ്യേഷ്ഠനെ പോലെയാണ് പുള്ളി കാണുന്നത്. അങ്ങനെയാണ് പുള്ളി എന്നെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നതും അങ്ങനെയാണ്. എനിക്ക് ഇത് അറിഞ്ഞത് മുതൽ എനിക്ക് വളരെ അതിശയം തോന്നി. കാരണം ഈ ഒരു 10-15 ദിവസം ആയതേ ഉള്ളൂ എൻ്റെ വീട്ടിൽ വന്നിരുന്നു പുള്ളിക്കാരൻ. പുള്ളി ഈ ഭാഗത്ത് എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ സാധാരണ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. ഇപ്പോ ഹെഡ് ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പുള്ളി ആദ്യം ഇവിടെയാണ് വന്നത്. പക്ഷെ ഞാൻ വീട്ടിലില്ലായിരുന്നു. അപ്പൊ പുള്ളി ഇവിടെ വന്ന് എന്നെ വിളിച്ചിട്ട് ഒരുപാട് പരിഭവം പറഞ്ഞു. ഞാൻ നിങ്ങളെ കണ്ടിട്ട് പോണം, നിങ്ങളെ കണ്ടിട്ട് ഇപ്പൊ ഈ ജോയിൻ ചെയ്യണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. കാരണം ഈ നേരത്തെ ഇപ്പോ അക്വയുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഹെഡ് ഓഫീസിൽ ഇരിക്കണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ഒരുപാട് പ്രാവശ്യം ഞാനുമായി പങ്കുവച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. വളരെ ഒരു ആഗ്രഹമായിരുന്നു. അത് നിറവേറ്റി കൊടുത്ത
അക്വയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തെ അവിടെ ഇരുത്തിയതിൽ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. അതിൽ ഉള്ള ഇടപെടലൊക്കെ ഒരു പരിധിവരെ എനിക്കറിയാം. എന്തായാലും ഈ അവസരം ഞാൻ അതിനുകൂടി വിനിയോഗിക്കുകയാണ്. ജാസ്ക് എന്ന് പറയുന്ന കലാ സാംസ്കാരിക സംഘടന വാട്ടർ അതോറിറ്റിയിൽ ജീവൻ കൊടുത്തത് വേറെ ആളുകളാണെങ്കിലും അതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ ഒരു പ്രയത്നം അനിൽ രാജിൻ്റെതാണ്. ഈ ജാക്സ് എന്ന് പറയുന്ന സംഘടന വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ച് എന്താണ് സാംസ്കാരിക പ്രവർത്തനം എന്ന് നമ്മുടെ ജീവനക്കാരെ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തി കൂടിയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ നടന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സാംസ്കാരിക സംഭാവനകൾ പലരും ഇവിടെ സൂചിപ്പിച്ചു, ഞാൻ എടുത്തു പറയുന്നില്ല. പക്ഷെ വളരെ വലുതാണ്. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയുകയാണ്. അക്വയ്ക്ക് അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയിലെ സാംസ്കാരിക മേഖലയ്ക്ക് ഇതൊരു വലിയ തീരാ നഷ്ടമാണ്. ഇതുപോലെ ഒരു സാംസ്കാരിക പ്രവർത്തകനായ ഒരു ഉദ്യോഗസ്ഥൻ വാട്ടർ അതോറിറ്റിയിൽ നിലവിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അക്വയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ പ്രസ്ഥാനത്തെ വാട്ടർ അതോറിറ്റിയിലെ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ നഷ്ടമാണ് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവസാനമായി ഞാൻ കാണുന്നത് തന്നെ, ഞാൻ ഈ 2012 ബൈപ്പാസ് ചെയ്യുമ്പോൾ ഒരു അനുഭവം കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താം. ഇദ്ദേഹത്തിന് സർജറി ചെയ്യാൻ അകത്ത് കയറാൻ വലിയ ഭയമാണ്, ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫിനെയൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ ഷെർലി എന്നോട് പറഞ്ഞു, സാറേ ചേട്ടനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, പുള്ളി ഒരു തരത്തിലും വഴങ്ങുന്നില്ല. അപ്പോൾ ഞാനും സുരേഷ് ബാബു ഉണ്ടായിരുന്നു, ബിജു ഉണ്ട്. നമ്മൾ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, അൽരാജെ, ഈ ബൈപ്പാസ് ചെയ്ത ഒത്തിരി ആളുകളെ എനിക്കറിയാം, 10-12 വർഷമായിട്ട് അറിയാം. നീ അതുകൊണ്ട് ഇല്ലാണ്, അത് എങ്ങനെ പറ്റും, എൻ്റെ ഹൃദയത്തിനെ വലിച്ചു തുറന്നു വെച്ച്. ഞാൻ പറഞ്ഞു, ഇത് പൊട്ടന്മാരല്ലേ ചെയ്യുന്നത്, നല്ല വിവരമുള്ള ആളുകളാണ് ചെയ്യുന്നത്, നീ ധൈര്യമായിട്ട് സമ്മതിക്കും, ഒരു കുഴപ്പമില്ല. അങ്ങനെ മണിക്കൂറുകളോളം ഞാൻ അവിടെ ഇരുന്ന് സംസാരിച്ചു. പുള്ളി സർജറി അന്ന് രാവിലെ, തലേ ദിവസവും ഞാൻ ചെല്ലുന്നു, പുള്ളി പറയാണ്, നിങ്ങൾ രാവിലെ വരണം, എനിക്ക് അകത്ത് കയറുന്നതിന് മുമ്പ് നിങ്ങളെ ഒന്ന് കാണണം. ഞാൻ രാവിലെ പോയി. രാവിലെ വരുമ്പോൾ വളരെ സന്തോഷമായിട്ട് പുള്ളി സർജറിക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ തന്നെ പുള്ളി അകത്ത് കയറിപ്പോയി. എന്നിട്ട് ഞാനങ്ങ് തിരിച്ച് ഓഫീസിൽ പോയി. ഓഫീസിൽ പോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ വീണ്ടും ചെന്നപ്പോൾ വന്നില്ല, പുള്ളി ICUവിലാണ്. അപ്പൊ 2 ദിവസം ഈ ബൈപ്പാസ് ചെയ്ത പേഷ്യന്റിനെ 2 ദിവസം കഴിഞ്ഞേ കൊണ്ടുവരുന്നു. അപ്പൊ ഫോൺ എടുക്കാൻ സമയത്ത് ആദ്യമായിട്ട് ഞാനാണ് പുള്ളിയെ ഷെർലിയെ വിളിക്കുന്നു. അപ്പൊ പുള്ളി വൈഫാണ് ഷെർലി. അപ്പോൾ സാറേ ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട്. അപ്പം പുള്ളി വളരെ സന്തോഷം പ്രകടിപ്പിച്ചു. നിങ്ങൾ എനിക്ക് തന്ന ധൈര്യം, എനിക്ക് നന്ദിയൊക്കെ രേഖപ്പെടുത്തി. ഞാൻ പറഞ്ഞു, അതിൻ്റെ ഒന്നും കാര്യമില്ല, നീ ധൈര്യമായിട്ട് പോകും. അങ്ങനെ വളരെ അടുത്ത ബന്ധം. പിന്നെ വാട്ടർ അതോറിറ്റിയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, നൽകിയ സംഭാവനയെ സംബന്ധിച്ച് ഒരുപാട് പേര് ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ അതൊന്നും എടുത്തു പറയുന്നില്ല, സമയക്കുറവ് കൊണ്ട്. പക്ഷേ അക്വയിലുണ്ടായ നിങ്ങൾക്കുള്ളതുപോലെയുള്ള ഒരു വളരെ തീരാനഷ്ടത്തിലുള്ള ദുഃഖം അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തും. സെക്രട്ടറി സന്തോഷം ഇവിടെ ഉണ്ടോ കാണുന്നു, സന്തോഷം സംസാരിക്കാൻ അപ്പുറം സാർ സംസാരിക്കാൻ. നമുക്ക് പ്രത്യേകിച്ച് പ്രോട്ടോക്കോൾ പിന്തുടരാൻ കഴിയുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. അഞ്ചാനെ സ്നേഹിക്കുന്ന ആളുകളെ സംസാരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. ആരെങ്കിലും വിളിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവര് സ്വമേധയാ കൈ ഉയർത്തി സംസാരിക്കാൻ തയ്യാറാകണമെന്ന് ഒരു അഭ്യർത്ഥനയുണ്ട്. രാജൻ സാറ് സംസാരിക്കാനുണ്ട്. രാജൻ സാറിന്റെ ഇന്നലത്തെ ഒരു അനുശോചന മീറ്റിംഗിൽ പങ്കെടുത്തിരുന്നു, വാട്ടർ അതോറിറ്റിയുടേതാണ്. ഇന്ന് അനിൽ രാജിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അക്വ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി വളരെ വലിയൊരു കാര്യമാണെന്ന് എൻ്റെ അഭിപ്രായം. മറ്റൊന്നും കൊണ്ടല്ല, അനിൽ രാജിനെ സംബന്ധിച്ച് നിങ്ങളിവിടെ സംസാരിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിരുന്നവരും അല്ലാത്തവരും സംസാരിക്കുന്ന സഖാവ് അനിൽകുമാർ, അനിൽ രാജുമാർ,
നമ്മളൊക്കെ വായനയിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സഖാവ് എന്നതിന്റെ മീനിങ് എന്ന് പറയും, ഒരു സഖാവ് എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മളെ അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തി തന്ന ഒരു മനുഷ്യനാണ് അനിൽരാജ് എന്ന് പറയുന്നത്. ഒരു സഖാവ് എങ്ങനെ പ്രവർത്തിക്കും, ഇടതുപക്ഷ അല്ലെങ്കിൽ മാർക്സിയം തത്വചിന്തകളിൽ അധിഷ്ഠിതമായ ഒരു ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ഒരാൾ, പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ സഖാവാകുമ്പോൾ ആ സഖാവ് എങ്ങനെയായിരിക്കും? നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഒരു കാര്യമാണ്, അനിൽരാജിന് ശത്രുക്കളില്ലായിരുന്നു. അതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു സ്വഭാവ വൈദഗ്ധ്യം എന്ന് പറയുന്നത്. ശത്രുക്കളില്ല അദ്ദേഹത്തിന്. വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടായിരുന്നിട്ടും അതിന്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകളെ, എതിർചേരി നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെ ഒരു ശത്രുതാ മനോഭാവത്തിലൊന്നും അദ്ദേഹം ഇതുവരെ കണ്ടിട്ടില്ല. കാണാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്നുള്ളതാണ്. അവരുമായിട്ട് പോലും സൗഹൃദം പങ്കിടുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം. നമ്മുടെ ഈ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്നവർക്കറിയാം, അവിടെ വന്നിട്ടുള്ള അത് നാട്ടിലാണെങ്കിലും പുള്ളി അങ്ങനെയാണ്. പുരോഗമന കലാസാഹിത്യ സംഘവുമായിട്ടും ശാസ്ത്രസാഹിത്യ പരിഷത്തും പാർട്ടിയുമായിട്ടൊക്കെ വളരെ ചേർന്ന് പ്രവർത്തിച്ച ഇലക്ഷൻ കാലഘട്ടങ്ങളിലെല്ലാം പുള്ളിയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. പക്ഷെ അവിടെ വന്നവരെല്ലാവരും ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ മാത്രമായിരുന്നില്ല. വളരെ അവിടെ എല്ലാവർക്കും സ്വീകാരനായിരുന്നു മനുഷ്യൻ. എന്നെ അദ്ദേഹം, ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം എന്ന് പറയുന്നത് കേരള വാട്ടർ അതോറിറ്റിയുടെ ക്യാമ്പസിൽ അദ്ദേഹം എന്നെ അവതരിപ്പിച്ചുകൊണ്ടാണ് എനിക്കൊരു കലാരംഗത്തേക്ക് അദ്ദേഹം എനിക്കൊരു പ്രവേശനം തരുന്നത്. അത് ക്യാമ്പസിന് പുറത്തു പോവുകയും പല സാംസ്കാരിക സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ നമ്മുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം സീറ്റാറ്റ് എന്ന് പറഞ്ഞ തിരുവനന്തപുരം സംഘടന ഒരു വർഷം തോറും നടത്തി വരാറുള്ള പരിപാടി, ദേവരാജ മാഷിന്റെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്ന പരിപാടിയാണ്. ഇതിലെല്ലാം അനിൽരാജാണ് ഞങ്ങൾക്ക് ആങ്കറിംഗ് ഉള്ള മാറ്ററൊക്കെ എഴുതി. ദേവരാജ മാഷിന്റെ ഒരു സ്വന്തം സഹചാരിയാണ്, അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധകനായിരുന്നു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറയാൻ നമ്മളൊന്നും ജീവിതത്തിൽ കേട്ടില്ലാത്ത പാട്ടുകളുടെ ശേഖരം. അങ്ങനത്തെ ഗാനമേള എടുക്കുമ്പോൾ അദ്ദേഹം ലിസ്റ്റ് ചെയ്ത് തരുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യര് ഇതുവരെ കേട്ടില്ലാത്ത പാട്ടുകൾ. പക്ഷേ ആ പാട്ടിന്റെ ഒരു സുഖം പാടാനും കേൾക്കാനുമുണ്ട്. അനിൽരാജിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം ആകർഷണീയമായി തോന്നിയിട്ടുള്ളത്, അദ്ദേഹം ഈ വാട്ടർ അതോറിറ്റിയുടെ ക്യാമ്പസ് പൊളിറ്റിക്സ് അല്ല കൊണ്ടു നടന്നിരുന്നത് എന്നുള്ളതാണ്. ഈ ചുവരുകൾക്ക് പുറത്തിറങ്ങുമ്പോഴത്തേനും ഉണ്ടാകുന്ന ഒരു സാമൂഹ്യ ജീവി, അവിടെയും അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായ നിലപാടുകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ സൗഹൃദം എന്ന് പറയുന്നത് വളരെ വൈഡ് റേഞ്ചിലുള്ളതായിരുന്നു. നേരത്തെ ശ്രീ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ ഒരു വിർച്വൽ ഫെൻസിങ് നമ്മുടെ സമൂഹത്തിലുണ്ട്. ചില ആളുകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരോട് നമ്മൾ അറിയാതെ, നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഫെൻസിങ് തീർക്കുമ്പോൾ ആ ഫെൻസിങ്ങുകളെ ചാടിക്കടന്ന് മുന്നോട്ട് പോകാനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയും വീക്ഷണവും ക്യാരക്ടറും അനിൽരാജിനുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ചെറുത്തുനിൽപ്പുകളെ തരണം ചെയ്തു പോയ ഒരു സന്ദർഭത്തിലായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ അദ്ദേഹം ഞാനുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. അപ്പം ഞാനൊക്കെ എന്ന് പറയുമ്പോഴത്തേനും ഒരു അഡമൻ സ്റ്റാൻഡുകളാണ് സർവീസിലിരിക്കുന്ന സമയത്തുണ്ട്. അപ്പം നമ്മുടെ പ്രസ്ഥാനമൊക്കെയായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്നെ വിളിച്ച് പറയും, അത് കുറച്ച് കോംപ്രമൈസ് ചെയ്ത് പോകണം, ഈ രീതിയിലുള്ള നിലപാടുകൾ വേണം. അങ്ങനെ ഞാൻ അത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും തിരുത്തിരികൾ വരുത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു ബ്രദർ അല്ലെങ്കിൽ ഒരു അഡ്വൈസർ പോലെ എന്നോടൊപ്പം നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിര്യാണം എന്ന് പറയുന്നത് വളരെയധികം ഭയങ്കരമായ ദുഃഖം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ഷോക്കിംഗ് തന്നെയാണ് അത്. ഒരിക്കലും നമ്മൾ എന്തെല്ലാം ഭംഗി വാക്കുകൾ പറഞ്ഞിരുന്നാലും അനിൽരാജ് എന്ന് പറയുന്ന ആ ക്യാവിറ്റി ഉണ്ടാക്കി വെച്ചിട്ട് പോയ ആ ഒരു ശൂന്യതയെ ആര് വിചാരിച്ചിരുന്നാലും അത് ഫില്ല് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. ജാക്സിന്റെ അമരത്ത് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് അത് അദ്ദേഹം ഇല്ലാത്തപ്പോൾ നമ്മൾ അനുഭവിച്ചതാണ്. ജാക്സൺ എങ്ങനെയായിരുന്നു, എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഏത് രീതിയിൽ പോകുന്നു, അതൊക്കെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്ന ആളുകളുടെ മനസ്സിൽ തോന്നിയ ഒരു താൽക്കാലികമായ ചെറിയ ഒരു എന്താ പറയുന്നത് ഒരു
ഒരു മനോഭാവമായിരിക്കും. അത് തിരുത്തിയിട്ടുണ്ട് അദ്ദേഹം തിരിച്ച് ഹെഡ് ഓഫീസിലേക്ക് വരിക. അത് വന്നു കഴിഞ്ഞതിന് ശേഷം എന്നെ കണ്ടുകൊണ്ട് എനിക്കൊരു ചിരി സമ്മാനിച്ചിട്ടാണ് വന്നത്. സാറ് ഞാനിപ്പോൾ ഇവിടെ ആണെന്ന് ഭയങ്കര വിഷമമുണ്ട്. ഈ ദുഃഖത്തിൽ അക്വയ്ക്കൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിന് ഞാൻ വളരെയധികം കൃതാർത്ഥനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ ആത്മാവിനും നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി രാജൻ സാർ. അക്കോയുടെ ജനറൽ സെക്രട്ടറി തമ്പി സഖാവ് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഏറെക്കുറെ അനിൽരാജ് ആരായിരുന്നു എന്നും പല വാക്കുകളിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. പഴമയെ ഇഷ്ടപ്പെടുന്ന സാമ്പ്രദായിക വ്യവസ്ഥിതികളോട് നന്നായി കലഹിച്ചിട്ടുള്ള ഒരു കലാകാരനാണ് അനിൽരാജ്. ഏറെക്കുറെ ഔപചാരികത ഇഷ്ടപ്പെടാതെ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തുന്ന ഔപചാരിക വിഷയങ്ങളെപ്പോലും അനൗപചാരികമായി പരിഹാരം കാണാൻ കഴിയുന്ന ആഗ്രഹിക്കുന്ന വ്യക്തിത്വമാണ്. കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു സൗമ്യനാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സംഗീതത്തെ, ചരിത്രത്തെ എല്ലാം ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഒരു കലാകാരൻ കൂടിയാണ്. ദേവരാജൻ മാഷിൻ്റെ അനുസ്മരണത്തിനും ബലികുടീരങ്ങളുടെ എന്ന ഗാനത്തിൻ്റെ ഓർമ്മ പുതുക്കാനുമൊക്കെ സംഘടനയെ വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പിച്ച് ആ പ്രവർത്തനങ്ങളിൽ എത്തിപ്പിക്കുവാൻ അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചിരുന്നു. ചരിത്രപരമായ വ്യാഖ്യാനങ്ങൾ പ്രകടിപ്പിക്കാൻ പ്രാപ്തിയുള്ള പ്രശസ്തരെ സംഘടനയുമായിട്ട് അടുപ്പിക്കുവാനും ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കുവാനും അദ്ദേഹം ആ സന്തോഷം കണ്ടെത്തിയിരുന്നു. നമ്മൾ അക്കയുടെ എംബ്ലമായി സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൈവിരുതാണ്. അദ്ദേഹം വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി ഒട്ടനവധി സേവനങ്ങൾ ചെയ്തിട്ടുള്ളത് അത് ആ അർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതും വസ്തുതയാണ്. അസോസിയേഷന് വേണ്ടിയിട്ട് ഈ അവസാന നിമിഷം നമ്മുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അക്വ ന്യൂസ് തയ്യാറാക്കി സ്വന്തം ഉത്തരവാദിത്തത്തിൽ അവിടെ എത്തിച്ചു തരുവാനുള്ള പരിശ്രമം നടത്തിയത് പലരും സൂചിപ്പിക്കുകയുണ്ടായി. വാട്ടർ അതോറിറ്റിയെക്കുറിച്ച് ഒരു സുവനീർ തയ്യാറാക്കിയതും നാം എല്ലാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് വാട്ടർ അതോറിറ്റിയിൽ മാത്രമല്ല, അക്വയിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട് അനുശോചനം അറിയിക്കുവാൻ ആ പ്രദേശത്തെത്തിയ നൂറുകണക്കിന് ആൾക്കാർ നൽകുന്ന സന്ദേശം അദ്ദേഹം പൊതുവെ ആ നാട്ടുകാർക്ക് എത്ര പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളതാണ്. എപ്പോഴും സൗഹൃദത്തോടുകൂടി, സ്നേഹത്തോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അസോസിയേഷൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിൽ പങ്കുവയ്ക്കുവാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. പക്ഷേ എപ്പോഴും പുതുമയിൽ ഒന്നും അമിതമായി ആഹ്ലാദിക്കുകയോ അത് വല്ലാണ്ട് ആസ്വദിക്കുവാനോ തയ്യാറാകാതെ എല്ലാ പഴമയും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നന്മയിൽ കൊണ്ടു നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു. അനിൽരാജ് സംഘടനയ്ക്ക് എത്രമാത്രം വേണ്ടപ്പെട്ടതാണെന്ന് ഇന്നത്തെ ഈ അനുശോചന യോഗത്തിലെ പങ്കാളിത്തം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തീരാനഷ്ടമാണ്. നമ്മുടെ മേഖലയിൽ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് കയ്യൊപ്പ് ചാർത്തുവാൻ ഒട്ടനവധി കാര്യങ്ങൾ ബാക്കി വച്ചിട്ടാണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞു പോയത്. അദ്ദേഹത്തിന് നമ്മളോട് ഇനിയും കലഹിക്കുവാനോ എന്തൊക്കെയോ പൂർത്തീകരിക്കുവാനോ സാധ്യമല്ല എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് നമുക്ക് തന്നുപോയത്. നമുക്കൊരിക്കലും ഈ അവസ്ഥയിൽ അദ്ദേഹത്തിനെ ഉപേക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. ആ പ്രിയപ്പെട്ട സുഹൃത്തിനും ആ പ്രിയപ്പെട്ട കുടുംബത്തിനും വന്നു ഭവിച്ച ഈ ദുരിതത്തിൽ അസോസിയേഷനുള്ള
അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. നിർത്തുന്നു. നമുക്ക് ഇനി സംസാരിക്കാൻ ഇവിടെ കൈ ഉയർത്തിയതായി കാണുന്നത് രതീഷ് രാജാണ്. രതീഷ് രാജിനെ ക്ഷണിക്കും. എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, തീർച്ചയായും ഞാൻ ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അനിൽ രാജ് സാറ് ഓരോരുത്തരുടെ മനസ്സിൽ എങ്ങനെയാണ് എന്നുള്ളത് വളരെ വിഷമത്തോടുകൂടി എല്ലാവരുടെയും വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചു കാലം കൂടി കൊടുത്തുകൂടായിരുന്നോ ദൈവമേ എന്ന് ഞാൻ അറിയാതെ പ്രാർത്ഥിച്ചു പോയി. അല്ലെങ്കിൽ എൻ്റെ മനസ്സ് മന്ത്രിച്ചു അദ്ദേഹത്തിന് ഇത്രയും പെട്ടെന്ന് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ നഷ്ടം, അദ്ദേഹം വിട പറഞ്ഞു പോയതിന്റെ നഷ്ടം നികത്താൻ പറ്റാത്തതാണ്. വാട്ടോട്ടിയെ മാത്രമല്ല, ഈ സാംസ്കാരിക കേരളത്തിന് തന്നെ. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഉള്ള ദുഃഖത്തിൽ അഗാധമായി ദുഃഖത്തിൽ പങ്കുചേരുന്നു. കൂടുതൽ ഞാൻ നീട്ടുന്നില്ല, കാരണം എന്നെക്കാളും കൂടുതൽ അറിയുന്ന ആളുകൾ പറഞ്ഞു കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും. തീർച്ചയായും സാറിന്റെ ആത്മാവിന് നിത്യശാന്തി ഒരിക്കൽ കൂടി നേരെയാണ്. കേരള വാട്ടർ അതോറിറ്റി ഡ്രൈവേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി എന്ന രീതിയിലും ഞങ്ങളുടെ വാട്ടർ അതോറിറ്റിയിലെ ഓരോ ഡ്രൈവർമാരുടെ പേരിലും ഞാൻ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും ഇനി മുന്നോട്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നിലനിർത്തുന്ന അക്കോ നടത്തുന്ന എല്ലാ പരിപാടിയിലും ഡ്രൈവർമാരുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും ഉണ്ടാവുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോടും എന്ത് സഹായ സഹകരണത്തിനും ഞങ്ങൾ ഒന്നിച്ചുണ്ടാവും എന്ന് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നന്ദി. സുരേഷ് സാർ രണ്ടു വാക്ക് സംസാരിക്കാമോ? വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തണം, അവരെ വിളിക്കാം. സുരേഷ് കുട്ടപ്രസാദ്. ജോയ് സഖാവ് എന്നെയാണോ വിളിച്ചത്? അതെ 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 സുരേഷ് സാറിന്. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ വൈകിയവേളയിൽ അധികം ദീർഘിപ്പിച്ചൊന്നും പറയുന്നില്ല. അൽരാജ് സഖാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സമൂഹത്തിൽ എന്തായിരുന്നു, അദ്ദേഹം കേരള വാട്ടർ അതോറിറ്റിയിലെ ഓരോ ജീവനക്കാരുടെയും മനസ്സിൽ എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു നേർചിത്രം നമ്മുടെ ഈ കുറഞ്ഞ സമയത്തെ ഈ കൂടിച്ചേരലിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും അനുഭവസ്ഥമായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതൊരു പ്രചോദനം കൂടി ആവണം. ഓരോ വ്യക്തിയും ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് അവരുടേതായ നല്ലതും മോശവുമായ പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് സംഭാവന നൽകിയിട്ടായിരിക്കും പോവുക. ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ, പ്രത്യേകിച്ചും സംഘടനാ ഭാരവാഹികൾ എന്ന നിലയിൽ, അസോസിയേഷൻ്റെ ഓരോ മെമ്പർമാർക്കും ഇതുപോലുള്ള വ്യക്തിത്വങ്ങളിൽ നിന്ന് സാംശീകരിക്കാൻ പറ്റുന്ന ഗുണപരമായ കാര്യങ്ങൾ സാംശീകരിച്ചുകൊണ്ട് അവർ ലക്ഷ്യമിട്ട കാര്യങ്ങൾ ഫലപ്രാപ്തിയിൽ വരുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം നമ്മൾ എടുക്കണം. അതിനുള്ള പ്രതിജ്ഞയായിരിക്കണം ഇതോടൊപ്പം ഈ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനോടൊപ്പം നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കർത്തവ്യമെന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഖാവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞതിൽ അപ്പുറത്തേക്ക് ഒന്നും തന്നെ പറയുന്നില്ല. വളരെയധികം ലാളിത്യമുള്ള, ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അംബറസാറ് സൂചിപ്പിച്ച കൂട്ടുള്ള വളരെയധികം ഒരു സഖാവ് എന്നുള്ള ഒരു സഖാവിൻ്റെ പെരുമാറ്റത്തെ എങ്ങനെയായിരിക്കും ഒരു പൊതുസമൂഹം കാണുക എന്നുള്ളതിൻ്റെ ഒരു നല്ല മാതൃകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എല്ലാവർക്കും പ്രചോദനകരമായ ഒരു ജീവിതം നൽകിക്കൊണ്ടാണ് സഖാവ് നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അത് സമൂഹത്തിനും അസോസിയേഷനെ സംബന്ധിച്ച് വളരെ ദുഃഖകരമായ കാര്യമാണ്. അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ 2ാം പതിപ്പ് ഇറക്കി പൂർത്തീകരിക്കാം എന്നുള്ളൊരു ഉറപ്പുമേൽ ആയിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചു വന്നിരുന്നത്. അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത് അസോസിയേഷനെ സംബന്ധിച്ച് വലിയൊരു വിഷമത ഉണ്ടാക്കുന്നതാണ്. ഇനി അദ്ദേഹം വിഭാവനം ചെയ്ത രീതിയിൽ അത് ഇറക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്കൊരു വലിയ വെല്ലുവിളിയുമായി അവശേഷിക്കുകയാണ്. ഈ വൈകിയ വേളയിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം നമുക്ക് ആർക്കും നികത്താനാവില്ല എന്നുള്ള തിരിച്ചറിവതോടുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. അദ്ദേഹം കേവലം കേരള വാട്ടർ അതോറിറ്റിക്ക് മാത്രമായിരുന്നില്ല നഷ്ടമായി മാറിയത്. ഈ സമൂഹത്തിനാകമാനം മാതൃകാപരമായ ജീവിതം നയിച്ച സഖാവ് അനിൽരാജിന്റെ നഷ്ടത്തിലുള്ള കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുകയും
അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ പ്രചോദനകരമായി ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് സംശീകരിക്കാനുള്ള നല്ല കാര്യങ്ങൾ സംശീകരിച്ചുകൊണ്ട് ഇവിടെ എല്ലാവരും പറഞ്ഞ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സംഘടനയ്ക്ക് കഴിയണം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, സ്മരണകൾ നിലനിർത്തുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തനം സംഘടന ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസമുള്ളത്. ആ സ്മരണകൾ പുതുക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രിയ സഖാവ് നമ്മളിൽ ഓരോരുത്തരിലൂടെ ഈ സമൂഹത്തിന് പ്രകാശം പകരും എന്നൊരു പ്രത്യാശയോടുകൂടി അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലുള്ള ദുഃഖം അസോസിയേഷൻ്റെ ഓരോ വ്യക്തികളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അടുത്ത് കൈ ഉയർത്തിയിരിക്കുന്ന വേണു CV KW എന്ന ആളാണ്. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് അനിൽ രാജുവായിട്ട് കുറഞ്ഞ കാലത്തുള്ള പരിചയമാണ്, എങ്കിൽ കൂടി വലിയൊരു ബന്ധമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. ഞാനൊരു 9 മാസക്കാലം നെയ്യാറ്റിൻകര റവന്യൂ ഓഫീസറായിട്ട് ആദ്യമായിട്ട് റവന്യൂ ഓഫീസറായി ജോയിൻ ചെയ്തത് നെയ്യാറ്റിൻകരയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഇവിടെ വീട്ടിൽ വടകരയാണ് എൻ്റെ സ്വദേശം. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ വീട്ടിലുള്ളതുകൊണ്ട് അമ്മക്കൊക്കെ അസുഖമുള്ളത്, അൾഷിമസ് അസുഖത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ലീവ് വേണമായിരുന്നു. അപ്പോൾ ഒരു 6 മാസക്കാലം ലീവ് അവധിയായിരുന്നു, ദീർഘകാലത്തെ ലീവ്. അതിനുശേഷം 3 മാസമാണ് അത്. അപ്പോൾ അദ്ദേഹം DA ആയിരുന്നു. DA ROയുടെ ചുമതല ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഒരു സന്മനസ്സോടുകൂടി അത് ഏറ്റുവാങ്ങുകയും നല്ലൊരു ബന്ധം ഉണ്ടാക്കുകയും പറ്റിയിട്ടുണ്ട്. അതിൽ ഞാനിപ്പോൾ എനിക്ക് ഓർക്കുകയാണ്. നല്ലൊരു ബന്ധം എപ്പോഴും അദ്ദേഹം പല സമയങ്ങളിൽ വിളിക്കാറുണ്ട്. നല്ലൊരു സഹൃദയനാണ് അദ്ദേഹം. ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം അക്വ ഉണ്ടാക്കി കൊടുത്ത അതിൽ അതീവ സന്തോഷവാനായിരുന്നു അദ്ദേഹം. അതിൽ അതിയായ ചാരിതാർത്ഥ്യം അക്വ നിർവഹിച്ചിട്ടുണ്ടെന്ന് ഇവിടെ സ്മരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗത്തിനുണ്ടായ ദുഃഖത്തിൽ ഞാനും പങ്കുചേരും. 10 മണി കഴിഞ്ഞു. ഇനി ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അവർക്ക് പറയാം. ഈ മീറ്റിങ്ങിലെ മുഴുവൻ സംഗതികളും റെക്കോർഡ് ചെയ്ത് നമ്മൾ യൂട്യൂബിൽ എക്കാലവും അനുരാജിന്റെ സ്മരണയ്ക്കായി നമ്മൾ അപ്ലോഡ് ചെയ്തിടാനായിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കണം. ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ മണിമഞ്ജുഷ മാഡം ഇത് കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. മണിമഞ്ജുഷ മാഡം. ഹലോ. പറഞ്ഞോ, കേക്കാവോ? കേൾക്കാം. സാക്കളെ, ഇപ്പോ ഇന്നിവിടെ നമ്മുടെ അനിൽരാജ് സാഹിബിന്റെ ദേഹവിയോഗത്തിലുള്ളൊരു അനുസ്മരണ സമ്മേളനമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. ഇപ്പൊ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ നാളുകളായിട്ടുള്ള ഒക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇവിടെ എല്ലാവരും വളരെ വിശദീകരിച്ച് തന്നെ സംസാരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇവിടെ ഞാൻ കൂടെ എന്തായാലും ജോലി ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ സാറ് എസ്റ്റാബ്ലിഷ്മെന്റിലെ ക്ലർക്കായിരുന്നു. അതാണ് എനിക്കറിയാവുന്നുള്ളത്. കൂടുതൽ കാലം ഞാൻ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ മറ്റൊരു അനുഭവം എന്ന് പറയുന്നത് അദ്ദേഹം എൻ്റെ നാട്ടുകാരനും കൂടെ ആയിരുന്നു. അപ്പോൾ മാരായമുട്ടം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത്, അപ്പൊ അതിൽ കഴിഞ്ഞ് കുറച്ച് ഒരു 4-5 കിലോമീറ്റർ മാറിയിട്ടാണ് എൻ്റെ വീട്. അപ്പൊ ഞാൻ ഈ വാട്ടർ അതോറിറ്റിയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിനെ എനിക്കറിയാം. എനിക്കറിയാവുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് എല്ലാ സമയത്തും നമ്മൾ ബസ്സിൽ കൂടെ, അന്നത്തെ ഒരു ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറയുമ്പം ബസ്സിന്റെ സംവിധാനമാണ്. അപ്പൊ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ഓർക്കുന്നത് ഒരു തൊപ്പിയും വെച്ച് ഒരു കയ്യില് പെയിന്റും മറ്റൊരു ചുവരെഴുത്ത് പടം വരയ്ക്കുന്നതും ഓരോ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള അതാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. വാട്ടർ അതോറിറ്റിയിൽ ഞാൻ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരി വർഷത്തെ പരിചയം. അന്ന്
പേര് പോലും കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ആ ചുവരെഴുതുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഞാൻ ഓർക്കുന്നത്. എന്തായാലും ഇടതുപക്ഷ പ്രസ്ഥാനവുമായി വളരെയധികം ബന്ധം പുലർത്തിയിരുന്ന നമ്മുടെ നല്ലൊരു സഖാവിന്റെ നഷ്ടം അത് പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലയിലുള്ളവർക്ക്. പിന്നെ എപ്പോഴും ഓർക്കുന്നത് ഏത് സമയത്ത് എവിടെ കണ്ടാലും ഹെഡ് ഓഫീസിൽ വന്നതിന് ശേഷം അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നത് ഒന്നുകിൽ ക്യാൻറ്റീനിലോ അല്ലെങ്കിൽ എവിടെ എങ്കിലും ഒരു സ്ഥലത്ത് ഹെഡ് ഓഫീസിലോട്ട് പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആ ഒരു നിറപുഞ്ചിരിയുമായി നിൽക്കുന്ന ആ ഒരു സഖാവിനെ നമുക്ക് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ നഷ്ടം കുടുംബത്തോടൊപ്പം തന്നെ നമ്മളും എന്നും എക്കാലവും ഓർമ്മിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ലൈബ്രറി ആയാലും എന്തെങ്കിലും ഒരു പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അതിൻ്റെ ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കൊണ്ടുപോകും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഈ ഇന്നത്തെ ഈ പരിപാടിയിൽ അനുശോചന പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അക്കോയുടെ പേരിലും ജില്ലാ കമ്മിറ്റിയുടെ പേരിലും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ മരണത്തില് ആ ഒരു നഷ്ടം, ആ തീരാ നഷ്ടം എന്നും നമ്മുടെ ഉണ്ടാകും. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടെ അക്കോയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിനും എന്നും നിത്യശാന്തി ദൈവം നൽകട്ടെ എന്നീ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു, പറയുന്നു. വേറെ ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ 2 വാക്കൂടെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്കിനി അവസാനിപ്പിക്കേണ്ടതുണ്ട്. തുളസി സാറുണ്ടോ അവിടെ? ഷിഹാബ് സംഘടനയുടെ ലീഡർഷിപ്പിലുള്ള ഇല്ല, യോഗം വൈൻഡപ്പ് ചെയ്തോളൂ, സംസാരിക്കുന്നില്ല. മണിമഞ്ജുഷ നന്ദിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. മണിമഞ്ജുഷ മാഡം സാക്കളെ സംസാരിക്കാം സാറേ. സാക്കളെ ഈ ഒരു പരിപാടിയിൽ നമ്മളൊരു അനുശോചന പരിപാടി ആയതുകൊണ്ട് ഒരു പ്രത്യേക ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളും അതിൻ്റെതായ ഒരു പ്രത്യേകിച്ച് ഒരു നന്ദി പറയുന്നില്ല. എല്ലാവർക്കും പങ്കെടുത്ത മുഴുവൻ നമ്മുടെ അക്കോയുടെ സംഘടനയും അതേപോലെ തന്നെ ഇതിൽ സംസാരിച്ച എല്ലാ ATC അതിൻ്റെ നമ്മളെ റിട്ടയർഡ് ഉദ്യോഗസ്ഥർ, രംബറ സാറ്, മോഹൻകുമാർ സാറ്, ശശാങ്കൻ സാറ്, അങ്ങനെ ഈ അനുശോചന പരിപാടിയിൽ പങ്കെടുത്ത അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, പ്രത്യേകിച്ച് ആദ്യം പ്രഭാഷണം നടത്തിയ പ്രമോദ് സഖാവ്, അങ്ങനെ മുഴുവൻ സംഘടനാ പ്രവർത്തകർക്കും അക്കോയുടെ പേരിൽ അഗേതമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, പരിപാടി അവസാനിച്ചു.